ആമേൻ. പ്രാർത്ഥനയാചനയും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട കർത്താവിന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിഷയങ്ങൾക്കെല്ലാം കർത്താവ് വിടുതലയച്ചതിനായി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഈ അനുഗ്രഹപ്പെട്ട ഈ നല്ല പകൽ സമയത്ത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം ദിവസങ്ങളായി ഉപവാസത്തോടെ ആയിരിക്കുന്നുവല്ലോ. ഇന്ന് ഈ പ്രഭാത സെഷനിലും ദൈവസഭയായി നമുക്ക് കൂടി വരാൻ സഹായിച്ചല്ലോ. പാളയസഭയിൽ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, ഇന്ന് ദൈവവചനം പ്രസംഗിക്കുവാനും കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ജോസ് പളുകൽ അവറുകൾ, അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ, ഇന്ന് പൂർണ്ണമായും ഭാഗ്യമായി ഉപവസിക്കുന്ന ദൈവജനം, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെല്ലാം കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. നമുക്ക് തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പൂർണ്ണമായി ഉപവസിക്കുന്നവർ ആരെങ്കിലും പേര് നൽകാനുണ്ടെങ്കിൽ ദയവായി ബഹുമാനപ്പെട്ട തോമസ് കുട്ടി പാസ്റ്റർ അവരുടെ കയ്യിൽ ഈ സെഷന് ശേഷം പേര് നൽകണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാം തുടർന്ന് ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. നമുക്ക് വളരെ ഒരുക്കത്തോടെ തന്നെ ആയിരിക്കാം. 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ എല്ലാ തിരുവെഴുത്തും ദൈവശോസ്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ തികഞ്ഞവരാകുവാനുള്ള ഗുണീകരണവും ഉപദേശങ്ങളും നീതിയുടെ അഭ്യാസനവും എല്ലാം അത് വചനത്തിലൂടെ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വചനത്തിന് മുൻപാകെയാണ് നാം തുടർന്നായിരിക്കുന്നത്. ഇന്ന് ദൈവവചനം സംസാരിക്കുവാൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജോസ് പളുകൽ അവറുകളാണ്. പ്രിയ ദേവദാസനെ നമുക്ക് വളരെ സുപരിചിതമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവസഭയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ പ്രിയ ദേവദാസൻ്റെ ശുശ്രൂഷകളൊക്കെ അനുഭവിക്കാൻ ദൈവസഭയെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ക്ഷണം സ്വീകരിച്ച് കടന്നു ദേവദാസനെ ഈ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നൊക്കെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കേൾക്കുന്ന വചനം നാം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ പ്രായോഗിക തലത്തിലും കൂടെ കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോസ് പളുകൽ അവറുകളെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് പകലെ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിനത്തിൽ ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവൊരുക്കിയ കൃപകൾക്കായി സ്തോത്രം. വിശേഷാൽ ഈ യോഗങ്ങൾക്കായി ക്ഷണിച്ച ഈ സഭയുടെ ജനറൽ പ്രസിഡൻ്റ് ആയിരിക്കുന്ന പാസ്റ്റർ പ്രത്യേക എൻ്റെ വമനത്തെ അറിയിക്കുന്നു. എനിക്ക് മുമ്പായി ഈ മീറ്റിംഗ് ലീഡ് ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകന്മാർ, ഇവിടെ വേദിയിലേക്ക് ദൈവദാസന്മാർ, ഉപവാസത്തോടും പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ദേഹം വരാമെന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ ഓർപ്പിക്കുന്നു. സന്തോഷമാണോ എല്ലാ ദൈവമക്കളും? പുറത്ത് നല്ല മഴയുടെ ഇതൊക്കെയുണ്ട്, നമുക്ക് അകത്ത് നല്ല കൂളിംഗ് ഉണ്ട്. ആമേൻ. ഉപവസിക്കാൻ പറ്റിയ നല്ല സാഹചര്യം ദൈവം നമുക്ക് അനുവദിച്ച് തരുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നാം ഇരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രയോജനമാകട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ സെഷനിലൂടെയും കർത്താവിൻ്റെ അഭിഷേകന്മാരെ നമുക്ക് വേണ്ടി അയച്ച് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കരുതുന്ന നല്ല വചനദൂതുകളൊക്കെ ദൈവം നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്ത് നിൽക്കുക. ദൈവം ഒരുക്കുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം. കർത്താവ് നല്ലവൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ മൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവ് ഏത് പുസ്തകങ്ങൾ വായിച്ചുള്ള ചില തോഴ്സുകൾ പറയാൻ വേണ്ടിയല്ല. നാമെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു, എന്താണ് ചെയ്യപ്പെടേണ്ടത്, കർത്താവ് നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണങ്ങൾ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പകലായി ഈ പകൽ മാറ്റപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. കൃപയുള്ള ദൈവമേ, ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് മനസ്സലിയണം. ഞങ്ങളെവിടെയാണ് മടങ്ങി വരേണ്ടത്, എവിടെയാണ് അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ പൂർണ്ണമാകേണ്ടത്, എവിടെയാണപ്പാ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരപ്പെടുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിലെ അകൽച്ചകളെ കണ്ടുണർന്ന് ഞങ്ങൾ മടങ്ങി വരേണ്ട മേഖലകളിൽ ഞങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് മടങ്ങി വന്ന് ഞങ്ങൾ മറ്റുള്ളവരെ പ്രസംഗിച്ച് ഉത്സാഹിപ്പിക്കുന്നവരായിട്ടും ഞങ്ങൾ വചനം കേട്ട് ചതിക്കപ്പെടുന്നവരായിട്ടുമല്ല, പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി
ആമേ ദൈവമേ, ഞങ്ങളെ നീ പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഇതിനകത്ത് ഇറങ്ങി വരണം. റിബനഹദുനാമനാദരാധന. നിന്റെ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ യോഗം ഈ ബുധനാഴ്ച വരെയും പരിശുദ്ധാത്മാവിനെ നടത്തിയല്ലോ. ഇതിൻ്റെ അവസാന നിമിഷം മീറ്റിംഗ് ആശീർവാദം പറയുന്നത് വരെ ഈ മീറ്റിങ്ങിന് തടസ്സം വരുന്ന ഒരു വിധത്തിലും ഒരു പിശാച് ഒരു കുടുംബങ്ങൾക്കകത്തോ ശുശ്രൂഷ മേഖലകൾക്കകത്തോ തല ഉയർത്തി നിൽക്കാൻ ദൈവം അനുവദിക്കരുത്. ഈ പകൽ അങ്ങ് തന്ന അഭിഷേകത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിമേ ജയമെടുക്കുന്നു. ഈ പ്രാർത്ഥനകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ലക്ഷ്യമാക്കി കളയുവാൻ, നിന്റെ ഉദ്ദേശങ്ങളെ നിഷ്ഫലമാക്കി കളയാൻ നോക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, പൈശാചിക അന്ധകാരത്തിന്റെ മേഖലകൾ ഈ പകൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞ് മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടമോ ഞങ്ങളുടെ ഗുണീകരണങ്ങളാണല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവ് പിശാചിവരെടുത്തു ആമേ ഞങ്ങൾക്ക് വിരോധമായി ജയമെടുക്കാൻ അനുവദിക്കരുത്. സമസ്ത മേഖലയിലും പരിശുദ്ധാത്മാവ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ദൈവ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. എല്ലാ എതിരുകളും മാറട്ടെ. ആത്മനിയോഗങ്ങളെ തടയുന്ന, ആത്മീക ദൂതുകളെ തടയുന്ന, ജനത്തിന്റെ കടന്നുവരവിനെ തടയുന്ന, ജനത്തെ അലസരാക്കി മന്ദതയുള്ളവരാക്കി തീർക്കുന്ന ഉപവാസയോഗങ്ങൾ കടന്നു വരുക. മന്ദതകളെ കൊണ്ടിട്ട്, മടുപ്പുകളെ കൊണ്ടിട്ട്, ഉദാസീനെ കൊണ്ടിട്ട് ജനത്തെ ഒരു ഭാഗത്ത് ഒതുക്കിക്കളയുന്ന എല്ലാ പിശാചിന്റെ ക്രിയകൾ സ്വർഗ്ഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം അത് അഴിഞ്ഞു മാറി രക്തത്താലും മനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തിനകത്തുണ്ടാകട്ടെ. തിരുവെടുത്ത് പറയുന്നു, ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവരാഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു. ദൈവം അവരെ എത്തിച്ചു. ദൈവം അവരെ എത്തിച്ചു. ദൈവം അവരെ എത്തിച്ചു. ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന തുറമുഖങ്ങളിൽ, ആഗ്രഹിക്കുന്ന ശുഭഭാവികളിൽ, ആഗ്രഹിക്കുന്ന വായ്ത്തത്വങ്ങളിൽ ഉടമൽക്കമന ഘടകക്ഷി ലക്ഷ്യങ്ങൾ എത്തിച്ചേരാൻ കഴിയാതെ വേണം ജീവിതത്തെ ഒതുക്കി കളയുന്ന വായ്ത്തത്വങ്ങളൊക്കെ കാഴ്ചവെട്ടാൻ കഴിയാതെ, അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ, ആത്മീയ സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ ജനത്തെ ഒതുക്കി കളയുന്ന എല്ലാ ഇരുട്ടിന്റെ സ്വാധീനതകൾ നാസറനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകരം അഴിഞ്ഞു മാറട്ടെ. ദൈവ സാന്നിധ്യം, 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 ദൈവ സാന്നിധ്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു. അവന് സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുക. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യ ഭാഷയെ സ്വാതന്ത്ര്യം ചെയ്ത് തുടങ്ങട്ടെ. അന്യ ഭാഷയെ സ്തുതിച്ച് തുടങ്ങട്ടെ. ഈ പകൽക്കാലം ഇതുവരെ അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ഇതിൻ്റെ അകത്തലങ്ങൾ ചലിക്കപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിക്കാത്തവരുടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ട. വെറും ഒരു കടമയ്ക്കുള്ള പ്രാർത്ഥനയല്ല, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ പണിയുന്ന ആ കുഞ്ഞാടിന്റെ രക്തത്താൽ ജനങ്ങൾക്ക് വിടുവിക്കപ്പെടട്ടെ. ആത്മബലമിനകത്ത് പകരപ്പെടട്ടെ. ആത്മശക്തിനകത്ത് പകരപ്പെടട്ടെ. സ്തോത്രം ചെയ്യുന്നു. ആത്മനിറവ്, ആത്മനിറവ്, ആത്മനിറവ്. ഈ മൂന്നാമത്തെ പകൽ ഹല്ലേലൂയ അതിന് തടുത്ത് നിർത്തുന്ന ഇരുട്ടിന്റെ ശക്തികൾ എല്ലാം ഈ പകൽ ആയുധം വെച്ച് കീഴ്പ്പെടട്ടെ. വലിയൊരു ആത്മശക്തിനകത്ത് ചലിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ജനം നിറയപ്പെട്ടിട്ട് കർത്താവേ, ഞരയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടില്ലാതെ കടുപ്പാൻ വഹിയാത്ത വലിയ ആത്മനദി, വലിയ ആത്മനദി ഇതിന്റെ അകത്തലങ്ങൾ ചലിക്കപ്പെട്ടിട്ട് ചില അന്യാരാധന ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയപ്പെട്ടിട്ട് ഒരു ആത്മ പകർച്ചയുടെ പകലാകട്ടെ. ഒരു ആത്മ പകർച്ചയുടെ പകലാകട്ടെ. ഒരു ആത്മ പകർച്ചയുടെ പകൽക്കാലമാകട്ടെ. ഒരു ആത്മ പകർച്ചയുടെ പകൽക്കാലമാകട്ടെ. ജനമത് വാഞ്ചിച്ചാട്, ജനമത് ആഗ്രഹിച്ചാട്, ജനമത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട് ഒരു ആത്മ പകർച്ച പരിശുദ്ധാത്മാവ് ഈ പകൽ സഭയെ നോക്കി പ്രവചിക്കുന്നു. ഒരു ആത്മ പകർച്ച ദൈവസഭ കാണാൻ പോകുക. ഒരു ആത്മ പകർച്ച ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജനം തിരിച്ചറിയാൻ പോകുക. സഭയെ ദൈവം സ്നേഹിക്കുന്നു, നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്ന് തന്റെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയാൻ പോകുക.
ദൈവത്തിന്റെ വൈദ്യത്വം ജനം പ്രാപിച്ചെടുക്കട്ടെ. ഓ ദൈവത്തിന്റെ വൈദ്യത്വം ജനം പ്രാപിച്ചെടുക്കട്ടെ. ദൈവത്തിന്റെ വൈദ്യത്വം ജനം പ്രാപിച്ചെടുക്കട്ടെ. ദൈവത്തിന്റെ വൈദ്യത്വം ജനം പ്രാപിച്ചെടുക്കട്ടെ. വലിയൊരു ആത്മപകർച്ച. ഹല്ലേലൂയ. വലിയൊരു ആത്മപകർച്ച. ഞരയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പകയാതെ ഒരു വലിയ ആത്മനദി. ഹല്ലേലൂയ. ആമേ ആമേ. യുവാക്കന്മാർ, യുവതികളുടെ മേൽ, വൃദ്ധന്മാരുടെ മേൽ അന്നാണ് ഞാൻ ആത്മാവിനെ പകരും. ആമ നിങ്ങളുടെ ആമ യൗവനക്കാർ പ്രവചിക്കുക, വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. ഈ പകൽക്കാലം വാഞ്ചിച്ച് പ്രാർത്ഥിച്ചാട് ആമ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷ ദൈവസഭയിൽ വെളിപ്പെടട്ടെ. ആമ ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യങ്ങൾ അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാർത്ഥിച്ചാട്, ദൈവമേ നിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ, നിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ. പ്രാപിച്ചതല്ല ആമ പഴക്കത്തിന്റെ ശുശ്രൂഷകളല്ല, ആമ പഴക്കത്തിന്റെ അന്യഭാഷയല്ല, ഇന്നലെ പറഞ്ഞ അഭിഷേകമല്ല, ഇന്നലെ പറഞ്ഞ വെളിപ്പാടല്ല, ഇന്നലെ കണ്ട ദർശനമല്ല, ഇന്നലെ പറഞ്ഞ ഭാഷാപരങ്ങളല്ല. ആമേ കൃപാപരത്തിന്റെ പകർച്ച ഒരു ആത്മ പകർച്ചയായി പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ചലിച്ചു തുടങ്ങട്ടെ. മാളിക മുറി 120 ഇറങ്ങിയപ്പോൾ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തീ അഗ്നിനാവുകളായി കുഞ്ഞുങ്ങളെ ഈ കാലത്ത് പാപത്തെ ഒഴിയാൻ പരിശുദ്ധാത്മാവ് ആവശ്യമാ. ലോകത്തിന്റെ മോഹങ്ങളെ ആമെ വർഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ശക്തി കൂടിയേ തീരുകയുള്ളൂ. ലോകത്തെ വിടുക, പാപത്തെ വിടുക, ലോകത്തെ സ്നേഹിക്കാതിരിക്കുക. പരിശുദ്ധാത്മാവിന് നിറവ് ആവശ്യമാ. ഒരു തേമാസിനെ പോലെ അനേക ലോകത്തെ സ്നേഹിച്ച് ദൈവത്തിന് അകന്നുകൊണ്ടിരിക്കുന്ന കാലം, അനേകരെ പിശാച് പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന കാലത്ത് സഭ ഒരുമിച്ച് വാഞ്ചിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അളവ് കൂടാതെ പകരണമേ. ലോക സ്നേഹം, ദൈവത്തോട് ശത്രുത്വം ഇന്ന് പകൽ കർത്താവേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അങ്ങ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Oh Jesus, mighty name of Jesus. Hallelujah, 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 hallelujah. ഒരു കാലത്തുണ്ടായിരുന്ന പ്രാർത്ഥനകൾ, ഒരു കാലത്തുണ്ടായിരുന്ന ആരാധനകൾ, ഒരു കാലത്തുണ്ടായിരുന്ന ദൈവസ്നേഹങ്ങൾ ഒരു ഭാഗത്ത് മനുഷ്യൻ നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ തേജസ്സിനെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ഒരു ഭാഗത്ത് വലിച്ചെറിഞ്ഞിട്ട് ലോകത്തിലേക്ക് തേമാസിനെ പോലെ ആമേ ഇറങ്ങിത്തിരിക്കുമ്പോ ദൈവസഭ ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് യേശുവിനെ വേണോ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ വേണോ, ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം വേണോ, ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം വേണോ, ഞങ്ങൾക്ക് അങ്ങയുടെ കരുതൽ വേണോ. ഹല്ലേലൂയ. ഓ ശബബബശേ. അപ്പാങ്ങ് ഞങ്ങളോട് മനസ്സലിയണം. സഭയെ ശുദ്ധീകരിക്കണം, സഭയെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം. ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് മറുഭാഗത്ത് ദൈവത്തിന്റെ കൊള്ളത്തെ ജീവിക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ വിശുദ്ധി ദൈവസന്നിധി എത്തികേട്ട് ഞങ്ങളുടെ പരമാർത്ഥതകൾ അങ്ങയുടെ മുമ്പിൽ തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ മഹാകരുണയ്ക്കായി സ്തോത്രം. സ്വർഗം എന്ന് പറഞ്ഞ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ പിതാവേ, നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം മറ്റ് ഏതിനേക്കാളും നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ഉത്സാഹം വരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അതിൻ്റെ നിറവും. ഹല്ലേലൂയ. മിസ്രൈമിലെ സകല അഭ്യാസങ്ങളും പഠിച്ച് ആമേ തികഞ്ഞവനായി, ആമേ സകല
വിദ്യകളും പഠിച്ചു നിൽക്കുന്ന മോശ ജനത്തെ മറുകര എത്തിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് താൻ ദൈവത്തോട് ചോദിക്കുന്ന സാമുണ്ട്, ദൈവമേ, നിന്റെ സാന്നിധ്യമില്ലാത്തടുത്ത് നീ എന്നെ അയക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മെ ജയത്തോടെ നടത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും, ആമേൻ, ഹല്ലേലൂയ, മറ്റേതിനേക്കാളും നമ്മെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ മുമ്പിൽ നഷ്ടമില്ലാതെ സന്തോഷത്തോടെ നമ്മെ നിൽക്കാൻ ഉത്സാഹിപ്പിക്കണതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. പൗലോസിനോടൊക്കെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, എൻ്റെ കൃപ നിനക്ക് മതി. ആമേ, അത് ജീവിതത്തെ ഏത് പ്രതിസന്ധിയും നിനക്ക് ധാരണം ചെയ്ത് ഒരു ജയകരമാകുന്ന ജീവിതം നയിക്കാൻ കഴിയും. ഈ വാസങ്ങളും പ്രാർത്ഥനകളൊക്കെ അഭിഷക്തന്മാർക്ക് ദൈവം കാലാകാലങ്ങളിൽ ആമെ കൊടുക്കുന്ന വെളിപ്പാടുകളും ദർശനങ്ങൾക്കും അധീനമായി അവരത് ചെയ്യുന്നത്. ആമേ, എല്ലാ വർഷങ്ങളും നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രെയർ എന്നൊരു നിലയിലല്ല. ആമേ, ദൈവം കൊടുക്കുന്ന നിയൂഹങ്ങളാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനും ദൈവകൃപ അനുഭവിക്കുന്നതിനും. ഇതുണ്ടെങ്കിലും മാത്രമേ ആമേ നമുക്ക് നാഥൻ വാഗ്ദത്തം ചെയ്ത നിത്യതയുടെ ആമേ രാജ്യത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അനേകർ പ്രാർത്ഥനകളില്ലാത്തവരായി, ആരാധനകളില്ലാത്തവരായി, ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തവരായി, ആമേ നിർജ്ജീവരായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ദൈവകൃപ അന്വേഷിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവസഭയോട് ഞാൻ പറയാ, നിങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ മഹോന്നതനായ ദൈവമാണ്. ആമേ, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആമേ, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ. നിങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവിടെ പറയുന്നൊരു ഭാഗമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ്. താഴോട്ട് പിന്നീട് വായിക്കാം. പൗലോസ് ഇവിടെ ഊന്നൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ഹല്ലേലൂയ. ഇത് ഒരു കാലത്ത് ദൈവത്തിൻ്റെ മന്ദിരമല്ലായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ ഓമന പുത്രനെ ഈ ഭൂമിയിൽ നൽകിയത് നിമിത്തം നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറിയിരിക്കുന്നു. ദൈവം കൈപ്പണിയായ ഒന്നിലും വസിക്കാത്തത് കൊണ്ട് ദൈവത്തിന് വസിക്കേണ്ടതിന് ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ അകത്തുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു നമ്മളോട് കൂടെ ഉള്ളതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ വിജയലക്ഷ്യം എന്ന് പറയുന്നത്. അനർത്ഥങ്ങൾ വരാത്തത് കൊണ്ടല്ല, ആപത്തുകൾ വരാത്തത് കൊണ്ടല്ല, പ്രതിസന്ധികൾ വരാത്തത് കൊണ്ടല്ല, യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജയത്തോടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലകാലം അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മെ നശിപ്പിക്കുവാനും നമ്മെ തകർക്കുവാനും നമ്മെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആമേ ജയിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മൾ വസിക്കുന്നത് കൊണ്ട് നാം ഫലമുള്ളവരായി മാറും. ഹല്ലേലൂയ. നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു അന്ധകാരങ്ങൾക്കും കഴിയയില്ല. സ്വതം ചെയ്യുന്നു. ഇന്ന് പകൽ സിമ്പിളായി ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചുള്ള തോഴ്സ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ഇളക്കാനൊന്നുമല്ല വന്നിരിക്കുന്നു. സ്വതം ചെയ്യുന്നു. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്, തോഴ്സുകളൊക്കെ കിട്ടും. സ്വതം ചെയ്യുന്നു. 2 തോഴ്സ് പറഞ്ഞാൽ മതി, നമ്മളറിയാം സ്പ്രിംഗിലങ്ങാവും. സ്വതം ചെയ്യുന്നു. ഇന്ന് പകൽ അതുകൊണ്ട് അതൊന്നും ഞാൻ കടമെടുക്കാൻ പോകുന്നില്ല. സിമ്പിളായുള്ള വചനം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, എത്ര വലിയ സ്റ്റേജിലായാലും എത്ര അഭിഷുദ്ധം ഭരിക്കുന്ന സ്റ്റേജായാലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതും എനിക്ക് അനുസരിക്കാൻ പറ്റാത്തതും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം ഞാൻ മറ്റൊരു പ്രസംഗിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. സ്വതം ചെയ്യുന്നു. ആമേ. കാരണം എനിക്കും നിങ്ങൾക്ക് ന്യായവിധി ഉറപ്പാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ.
ആമേൻ, നമ്മെ നന്നായി അറിയുന്ന ഒരു അപ്പൻ ഇന്ന് പകലിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ നമ്മൾ നിർമ്മല ഹൃദയമുള്ളവരായിരിക്കണം. ക്രിസ്തു നമ്മെ അവൻ്റെ മന്ദിരമാക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം പറഞ്ഞല്ലോ, നാം അവൻ്റെ മന്ദിരങ്ങളല്ലായിരുന്നു. നമ്മൾ തീമോഥെയോസ് ലേഖനം വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വായിച്ചാട്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ. കൊലോസ്യർ 3:5 മുതൽ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ദുർനടപ്പ്. കാരണം നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവം വാസം ചെയ്യുന്ന, ദൈവത്തിന് വസിക്കാൻ കഴിവുള്ള, ദൈവത്തിന് വാസയോഗ്യമായ ഒരു ആലയമായി നമ്മുടെ ആലയത്തെ മാറ്റുക. സ്വതം ചെയ്യുന്നു. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, വരുന്ന നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീടൊക്കെ ഒന്ന് തൂത്തുവാരി എന്തൊക്കെ ചെയ്യാൻ ടൈം കിട്ടും അതെല്ലാം നമ്മൾ ചെയ്യും. ഹല്ലേലൂയ. ആമേ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ സെറ്റ് അവർക്ക് ഒരു ഭാഗത്തായിരിക്കും. സ്വാതം ചെയ്യുന്നു. അതിനൊക്കെ നമ്മൾ പിടിച്ചിട്ട് എല്ലാം ഇട്ട് ഭംഗിയാക്കി വെക്കും. ഹല്ലേലൂയ. വരുന്ന ഗസ്റ്റ് വിചാരിക്കും എന്നും ഈ വീട് ഇങ്ങനെ ആയിരിക്കുന്ന. അല്ല, യാദൃച്ഛികം ഒന്ന് വന്നു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ വീട് എങ്ങനെയാണെന്നുള്ളത്. സ്വാതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ വീടിന് എന്ത് ചെയ്യുന്നു? ഒരു ഗസ്റ്റ് വരുന്ന അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിലയും നിലയും ക്വാളിറ്റിയും അനുസരിച്ച് നമ്മൾ ആ വീടിനെ അലങ്കരിക്കുന്നത് പോലെ, ഒരുക്കുന്നത് പോലെ മഹാരാജാവായ ദൈവത്തിന് വാഴാനുള്ള മന്ദിരങ്ങളാണ് ഈ മന്ദിരം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇതിനകത്ത് കർത്താവ് ഉണ്ടോ? കർത്താവിന് സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ഇവിടുന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് എൻ്റെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വൃഥാവാണ്. ഹല്ലേലൂയ. ആമേ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓർഡിനൻസ് ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ അപ്പനോട് കരയുന്നൊരു വാക്കുണ്ട്. അപ്പാ, നിൻ്റെ സാന്നിധ്യം ആമ അനുഭവിക്കാതെ ഒരു നിമിഷം നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം എനിക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരു വിജയകരമാകുന്ന ജീവിതം ഒരു ദൈവ പൈതലിനെ നയിക്കണമെങ്കിൽ അവൻ ദൈവ സാന്നിധ്യത്താൽ നടക്കുന്നവനാകണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലേ? ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ, ദൈവ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പല തീരുമാനം എടുക്കാറുണ്ട്. നമ്മൾ ആലയത്തിൽ തീരുമാനം എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ നല്ല നിലത്ത് വീഴുന്ന വിത്തുകളൊക്കെ ആമേ സ്വതം ചെയ്യുന്നു. ഒന്നുകിൽ ആമേ തീരുമാനങ്ങൾ ശരിയാകാതെ വരുമ്പോൾ പറമ്പകൾ പറക്കിക്കൊണ്ടു പോകുന്നു, മുള്ളുകൾ ഞെരുക്കിക്കളയുന്നു, മനുഷ്യൻ ചവിട്ടിക്കളയുന്നു. നാം നല്ല നിലത്ത് വീണതൊക്കെ അത് ഫലം കൊടുക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഈ ഉപവാസങ്ങളും പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ആമേ വഴിയരികെ വീഴുന്നതാണോ, പാറ സ്ഥലത്ത് വീഴുന്നതാണോ, മുള്ളിനിടയിൽ വീഴുന്നതാണോ, അത് നല്ല നിലത്ത് വീഴുന്നതാണോ? നമ്മുടെ തീരുമാനങ്ങൾ എവിടെയാണ്? നല്ല നിലത്ത് വീഴുന്ന വിത്തുകളാണ് തീരുമാനം എടുക്കുന്നത്, അതോ മനുഷ്യരെ ചവിട്ടിക്കളയാൻ പാറസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മുള്ളുകളിൽ അല്ലെങ്കിൽ വഴിയോരങ്ങളിലാണോ നമ്മുടെ തീരുമാനങ്ങൾ കിടക്കുന്നത്? ഞാൻ ദൈവസഭയോട് പറയാ, 21 ഉപവാസം ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ തൊടുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ആത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ഏതെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ചവിട്ടാൻ ഇടം കൊടുക്കരുത്, ഞെരുക്കാൻ ഇടം കൊടുക്കരുത്, അതിനെ പറവുകളൊക്കെ പറക്കിക്കൊണ്ട് ഇടം കൊടുക്കരുത്. ആ തീരുമാനം ദൈവത്തോടാണ് എടുക്കുന്നെങ്കിൽ ആമേൻ, നമ്മുടെ മരണപര്യന്ത വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ആ തീരുമാനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ഒരു വിജയകരമായ ജീവൻ നയിക്കാൻ പറ്റുമെങ്കിൽ നീ ഒരു പരാജയമല്ല, നിന്നെ ജയമാക്കി മാറ്റാ. 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരി ക്രൂശിൽ മരിച്ചൊരു നാഥനുണ്ട്. ആ നാഥന്റെ മന്ദിരമാണ് നീ. നീ പൊളിയേണ്ടവനല്ല, തകരേണ്ടവനല്ല. നീ പരാജയപ്പെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. നമുക്ക് നൽകിയ വില ചെറുതല്ല. കാളുവല്ല അവസാനത്തെ രക്തം തന്നിരിക്കുന്നതാണ്. നമ്മുടെ ഇഹലോക ഇഷ്ടങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നാഥനെ വിറ്റിട്ട് നമുക്ക് ചായാൻ കഴിയയില്ല. ഹല്ലേലൂയ. ഈ ലോകം അതിൻ്റെ ശക്തിയോടെ കുത്തൊഴിലൂടെ ഒഴുകുകയാണ്. കാരണം ലോകം ഇനി അധികം നാൾ മുമ്പോട്ടില്ലെന്ന് മനസ്സിലാക്കിയ പിശാച് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ, ഏറ്റവും അധികം സുവിശേഷ
സുവിശേഷ വേലയിൽ ശോഭിക്കപ്പെടുന്നവരെയാണ് പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇവർക്ക് എന്ത് പറ്റിയെന്ന്. ഹല്ലേലൂയ. കാരണം ഒരു കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി നിന്നവരും ഉപദേശത്തിന് നിന്നവരൊക്കെ ഇന്ന് ഏതോ ലെവലിലേക്ക് പിശാച് അവരെ കൊണ്ടുപോയി ഒരു പരാജയമാക്കുമ്പോൾ ഞാൻ ഒരു സുവിശേഷകനായതുകൊണ്ട് തൊഴുകൈകളോടെ ഞാൻ ഈ സഭയോട് പറയാ, ഈ ലോകത്ത് എന്ത് പദവികൾ സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും നാഥനെ വിട്ട്, അവൻ്റെ ഉപദേശം വിട്ട്, അവൻ്റെ പത്യവചനം വിട്ട് നമ്മൾ ഒരിക്കലും തിരിയരുത്. ഹല്ലേലൂയ. ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മൾ അറിഞ്ഞ സത്യം എന്താണ്? ഇപ്പോൾ ഭയങ്കര തിയോളജി പഠിത്തങ്ങളും ഭയങ്കര പഠിത്തങ്ങൾ കിടക്കുക, അതുകൊണ്ട് ഭയങ്കര വ്യാഖ്യാനങ്ങളും വന്നുകൊണ്ടിരിക്കുക. സ്വതം ചെയ്യുന്നു. ഞാൻ പറയാ, ഈ വ്യാഖ്യാനങ്ങളല്ല നമ്മെ രക്ഷയെ കൊണ്ടുവന്നത്. നമുക്കാർക്കും വേണ്ടത് സമയത്ത് ഇതിനകത്തുള്ള സാധാരണ വചനങ്ങൾ നമ്മെ പാപത്തെ വിടാൻ വിലക്കിയെങ്കിൽ, ലോകത്തെ സ്നേഹിക്കാൻ വിലക്കിയെങ്കിൽ, യേശുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചെങ്കിൽ, ഇന്ന് തിയോളജി പോസ്പിരിറ്റിന് പുറകെ ഓടാതെ വിശുദ്ധിക്ക് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ശോഭിക്കുന്നവരാക്കി ദൈവം നമ്മളെ ഈ പോൽക്കാലം മാറ്റട്ടെ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇവരൊക്കെ പറയും നമുക്ക് എന്തൊക്കെ അബദ്ധം പറ്റിയിരുന്നു. നമുക്ക് അബദ്ധം പറ്റിയില്ല. നമുക്ക് അബദ്ധം പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് യേശുവിനെ പ്രസംഗിച്ച് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അബദ്ധം പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നത്. നമുക്ക് അബദ്ധം പറ്റാത്തത് കൊണ്ടാണ് ഇതുവരെ 27 വർഷം കൊണ്ട് പ്രസംഗം ഇതുവരെ മാറ്റാത്തത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, നമ്മൾ എന്താണോ പ്രസംഗിച്ചത്, എന്താണോ പാടി തുടങ്ങിയത്, എന്താണോ പ്രാർത്ഥി തുടങ്ങിയത്, എങ്ങനെയാണോ ദൈവത്തെ നമ്മൾ ആരാധിച്ച് തുടങ്ങിയത്, അതിന് മായം കറ്റാതെ ദൈവിക പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടുകൊണ്ട് വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നീ ഒരു പരാജയമല്ല, നിന്നെ ജയമാക്കി മാറ്റാ. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിൻ്റെ മന്ദിരമാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്താണ് വസിക്കുന്നത്. ആമേൻ. ദൈവാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആമേൻ. ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ, വീട്ടിൽ ഓച്ചി ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയൂ, പുറത്ത് ആളിരിപ്പോണ്ട്, ഗസ്റ്റ് ഇരിപ്പോണ്ട്, പതൊക്കെ സംസാരിക്കുന്നു പറയും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? എല്ലായിടത്തും ഒരു അച്ചടക്കമുണ്ടാകും, ഇല്ല? എല്ലാ ലെവലിലും. അങ്ങനെയെങ്കിൽ നമ്മുടെ നാഥൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര അച്ചടക്കമുള്ളതായിരിക്കണം, എത്ര മാതൃകയുള്ളതായിരിക്കണം. ആമേൻ. നമ്മൾ ആലയത്തിനകത്ത് വരുമ്പോൾ മാത്രമല്ലല്ലോ നമുക്ക് ഉപദേശമുള്ളത്, ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ലല്ലോ വചനമുള്ളത്, ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല പായിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മാത്രമല്ലല്ലോ സ്തോത്രം ഗ്ലോറിയും വരേണ്ടത്. കർത്താവ് എപ്പോഴും അകത്തുള്ളത് കൊണ്ട് പപ്പോസം പറയുന്ന, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ സഭയെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവ് ഇന്നുവരെ തെറ്റുപറ്റിയിട്ടില്ല. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. ഞാൻ രാവിലെ ഇങ്ങനെ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയം പെട്ടെന്നൊരു ചിന്ത ഇങ്ങനെ കൊണ്ടുവന്നു. സ്വതം ചെയ്യുന്നു. ഫിലിപ്പോസിനെ ദൈവം ഇങ്ങനെ ആത്മാവ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി. ഞാൻ ചോടി എണീറ്റ് സ്വതം ചെയ്തു. ഞാൻ എൻ്റെ ഭാഗം ഒന്ന് വായിച്ചു. സ്വതം ചെയ്യുന്നു. സ്വതം ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുക, ദൈവമേ, ഈ ഫിലിപ്പോസ് ഉപദേശിയൊക്കെ ഒരു ക്വാളിറ്റി പാവങ്ങൾക്കില്ല. പ്രാർത്ഥിക്കാൻ അറിയാം, വിശുദ്ധിയോടെ ജീവിക്കാൻ അറിയാം. പക്ഷെ ഇവരൊക്കെ പരിശുദ്ധമാവ് എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ചില എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന്മാരുടെ രഥത്തിനകത്ത് അവരെ കൊണ്ടെത്തിച്ചത് ആ പരിശുദ്ധമാവ്. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ, യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം അവരെ കൊണ്ടെത്തിച്ചത് പരിശുദ്ധമാവാണെങ്കിൽ, ഞാൻ സഭയോട് പറയാ, പരിശുദ്ധാത്മാവിന് നിന്നെ എത്തിക്കേണ്ട മേഖലകളുണ്ട്. നിന്റെ വിദ്യാഭ്യാസത്തിനോ, നിന്റെ കഴിവിനോ, നിന്റെ പദവികൾക്ക് എത്തിക്കാൻ പോകുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയെ എത്തിക്കാൻ പോകുന്ന ആത്മാവ് സഭയോട് ഈ പൽക്കാലം ദൂരെ മാറുകയാണ്.
പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പോകുക. ചില അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടം ഉപയോഗിക്കാൻ പോകുക. ചില തലമുറകൾക്ക് വേണ്ടി, ചില ഔദ്യോഗിക മേഖലയിൽ പരിശുദ്ധാത്മാവ് നീ എത്ര ചെയ്തു, എത്ര മുട്ടിയിട്ടോ നിനക്ക് ചെന്നെത്താൻ പറ്റാത്ത രാജ്യങ്ങളുടെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കാൻ പോണെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിന്നോട് ധൂള കൈമാറുക. പരിശുദ്ധം ഇറങ്ങട്ടെ, പരിശുദ്ധമ ചലിക്കട്ടെ, ആത്മനിറ ചലിക്കട്ടെ, ആത്മനിറം ഇറങ്ങട്ടെ. പരിശുദ്ധമാവിന്റെ തീ, പരിശുദ്ധമാവിന്റെ സാന്നിധ്യം, പരിശുദ്ധമാവിന്റെ സാന്നിധ്യം, പരിശുദ്ധമാവിന്റെ സാന്നിധ്യം, പരിശുദ്ധമാവിന്റെ സാന്നിധ്യം. പരിശുദ്ധമ ചില കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുക, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. കുഞ്ഞ് മെഡിസിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. രാബാധന ശംധര ദിഗഖനാദന പരിശുദ്ധമ ചെയ്യും കേട്ടോ. പരിശുദ്ധമ രോഗികളെ സൗഖ്യമാക്കുക കേട്ടോ. പരിശുദ്ധ മെഡിക്കൽ ശാസ്ത്രം എഴുതിയതിന് സ്വർഗം തൊടാൻ പോവുക, സ്വർഗം തൊടാൻ പോവുക. രോഗബന്ധനങ്ങളെ ഓഹോ ഹല്ലേലൂയ. ആ രക്തസ്രാവം പിടിച്ച സ്ത്രീ പറയുന്നു, അവന് ശക്തി പുറപ്പെട്ടു, എന്റെ രോഗത്തെ സൗഖ്യമാക്കി. ചില വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന രോഗങ്ങളൊക്കെ സൗഖ്യമാകും. ചില നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന വേദനകൾ, നീ കുടിക്കുന്ന കണ്ണുനീരുകൾ, നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഇതാ നിന്നെ വിട്ട് മാറിപ്പോകുന്ന കണ്ട് പ്രാർത്ഥിച്ച് കണ്ട് പ്രാപിച്ചോ, കണ്ടാരാധിച്ചോ, കണ്ടാരാധിച്ചോ. ആ സൗഖ്യം പ്രാപിച്ചാരാധീര, ആ സൗഖ്യത്തെ നീ റീസീവ് ആരാധീര. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടോ. ഓ റാബ ശംഭര, ഓ റാഖേരെ ലാതുരാലബഷേ. ഈ ജനം വിടുവിക്കപ്പെടട്ടോ, ഈ ജനം അത്ഭുതങ്ങളെ കാണട്ടോ, ഈ ജന അതിശയങ്ങളെ കാണട്ടോ, ഈ ജന അതിശയങ്ങളെ കാണട്ടോ. ഹല്ലേലൂയ. പരിശുദ്ധമാവാൻ ദൈവം ഇന്ന് പകൽ ഇന്നൊക്കെ തുറകെ വന്നിട്ടുണ്ട്. ആമ ഒരു ഫിലിപ്പോസിന് ആമ സാമരിയുടെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചെങ്കിൽ ചില ആഭിചാരങ്ങളെ, മന്ത്രവാദ ശക്തികളൊക്കെ ആമ കത്തിച്ചെറിയുന്ന അഭിഷേകത്തിന്റെ കൈമാറ്റം ഉപസിക്കുന്ന അഭിഷക്തന്മാരുടെ കർത്താവ് കൈമാറട്ടെ. ദൂരാപാല ഒരു പാരമ്പര്യ ശുശ്രൂഷയല്ല, ഒരു പഴക്കത്തിന് ശുശ്രൂഷയല്ല. ഉടമക്കമന ഘടകൃഷി ഒരു ആത്മനിറവിന്റെ ശുശ്രൂഷ, ഒരു ആത്മനിറവിന്റെ ശുശ്രൂഷ, ഒരു ആത്മനിറവിന്റെ ശുശ്രൂഷ, ഒരു ആത്മനിറവിന്റെ ശുശ്രൂഷ, ഒരു ആത്മനിറവിന്റെ ശുശ്രൂഷ. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. മന്ത്രവാദങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, ആഭിചാര ക്രിയ കൊണ്ട് നിറയപ്പെട്ട സാമരിയുടെ ഉണർവിന് വേണ്ടി ആമേ ഇന്ന് പകൽ ആഭിചാരം കൊണ്ട് നിറയപ്പെട്ട ആമേ നിന്റെ കുടുംബത്തിന് ഹല്ലേലൂയ ആഭിചാര ക്രിയകളാ, പൈശാചിക ക്രിയകളാ ഉപദ്രവിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന നിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുതലിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. ഇന്ന് കുഞ്ഞ നിന്റെ അകത്തെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്റെ അകത്തിറങ്ങണ ദൈവശക്തി ആമേ ഹല്ലേലൂയ. ആത്മാവ് ഈ പകൽ പറയുന്നു, നിന്നെ പൊളിക്കാൻ നോക്കണ ദൈവം പൊളിക്കാൻ പോകുക. നിന്നെ തകർക്കാൻ നോക്കണ ദൈവം തകർക്കാൻ പോകുക. നിന്നെ നശിപ്പിക്കാൻ നോക്കണ ദൈവം നശിപ്പിക്കാൻ പോകുക. ഊടാരാബാല ഹത്തുൽ കമന രാബ്ധന ധികാര ശംഭേരെ ധൂര രാജ രവന ഉടബൽ കമന ധീരാമാന ശംധൽ കമന ദീപൽക്കമന ഘടകരകക്ഷം ഭൗഡവനഗതന. പരിശുദ്ധമാവ് ഈ പകൽ ദൂത് കൈമാറുന്നു. പലപ്പോഴും വെള്ളത്തിലും തീയിലും തള്ളിയിട്ട്
നശിപ്പിക്കാൻ നോക്കിയ ഒരു പെൺകുഞ്ഞിന്റെ മേൽ വ്യാപരിച്ച ദുരാത്മാവിനെ യേശു സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. പലവിധமான പ്രതിസന്ധികൾക്കകത്ത് ഒതുക്കി, പ്രതികൂലത്തിനകത്ത് ഒതുക്കി നിന്റെ ജീവനോട് പോരാടുന്ന, നിന്റെ തലമുറയോട് പോരാടുന്ന, നിന്റെ കുഞ്ഞിന്റെ ഭാവിയോട് പോരാടുന്ന ഉടമൽക്കമൻ, നിന്റെ തലമുറയെ താമെ നശിപ്പിക്കാൻ നോക്കുന്ന ഉടമൽക്കമന കുടുംബത്തിന്റെ ഉള്ളറയിൽ അന്തക്കമന ഘടകക്ഷി പരിശുദ്ധമ ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ട് ആ ദുരാത്മണ്ഡത്തെ ഏതോ ചില തലമുറകൾ ശത്രു പോരാടിക്കൊണ്ടിരിക്കുക. ഏതോ ചില തലമുറകളെ സുബോധമില്ലാത്തവളാക്കി ഏതോ ചില തലമുറകളെ ബന്ധിക്കാൻ നോക്കുന്ന ദുരാത്മാവിന്റെ ക്രിയ യേശുവിന്റെ നാമത്തിൽ ഈ അഴിയട്ടെ. ദൈവശക്തി വ്യാപരിക്കണം, ദൈവശക്തി വ്യാപരിക്കണം, ദൈവശക്തി വ്യാപരിക്കണം, ദൈവശക്തി വ്യാപരിക്കണം. ഒരു ഭ്രാന്തിയെ പോലെ ഭവനത്തിന്റെ ഉള്ളറക്കാതെ ഒതുക്കാൻ നോക്കുന്ന എല്ലാ സാധാന്യ മണ്ഡലങ്ങൾ അഴിയട്ടെ, സാധാന്യ മണ്ഡലം അഴിയട്ടെ, സാധാന്യ മണ്ഡലം അഴിയട്ടെ. ഓ റാബാഷാഹേ, ഓ രാംധരാധരേധി റിഖാരാബാബ ശംഭര റിഖാരാബാലാബ ഷൗഡമാന ഓ രാധര ധുഖാല ഷെഹേ ധീരാ രഗദന ഹദുര ബലബ ഷൗഡവരന്തര ജഗദന ധിരബല ഭവരബരന്തരം ധീരാ രാധ രഗദ രഗദന ഹദുരബ ലക്ഷബരേദകരേദന ഉടബല ഹബരബരബ്ധ കമന ഘടകൃഷി. ആത്മാവിനെ അടുത്ത മണ്ഡലം തുറക്കപ്പെടുക, അടുത്തൊരു ആത്മതല വിനകത്ത് വെളിപ്പെടുക, അടുത്തൊരു ആത്മതല വിനകത്ത് വെളിപ്പെടുക, അടുത്തൊരു ആത്മതല വിനകത്ത് വെളിപ്പെടുക, അടുത്തൊരു ആത്മതല വിനകത്ത് വെളിപ്പെടുക, അടുത്തൊരു ആത്മതല വിനകത്ത് വെളിപ്പെടുക. ഈ സഭ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു ഉണർവിലേക്ക് ഈ സഭ ആത്മ നടത്താൻ വേണ്ടത് പരിശുദ്ധമായ ദൂത് പറയുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ഉണർവ് ഈ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടാകാൻ പോവുക, ഒരു വളർച്ച ഈ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടാകാൻ പോവുക. അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് ഈ പക ദൂത് കൈമാറുക. നിങ്ങൾ സ്വപ്നം കണ്ട, ഇതിന്റെ പിതാക്കന്മാർ സ്വപ്നം കണ്ട ഒരു ആത്മീയ ഉണർവിലേക്ക് ഈ പ്രസ്ഥാനത്തെ സ്വർഗ്ഗം കൊണ്ടുപോവുക. ഓ ആത്മീയ വളർച്ചയിലേക്ക് ഈ പ്രസ്ഥാനത്തെ ആത്മാവ് കരം പിടിക്കാൻ പോണത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ പ്രസ്ഥാന സഭയോട് ദൂത് കൈമാറിയ രാഘവ. ഇത് വെറും ഒരു ഉപവാസമല്ല, ഇത് വെറും കയ്യടിയല്ല, ഇത് വെറും ഉപവാസമല്ല. ഇന്ന് പൽക്കാല ദൈവത്തിന്റെ ഭവതി ഇതകത്ത് ചലിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിന്റെ മന്ദിരങ്ങളിൽ ദൈവം വസിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവം നമ്മിൽ വസിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അത് പറയല്ല, ജീവിതത്തിൽ അത് തെളിയിക്കണം, ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകണം. ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടെന്നുള്ള തെളിവാണ് ഇതെല്ലാം വർക്കാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ വെറും പോരാട്ടം മാത്രമല്ല, ക്രിസ്തു നമ്മിൽ വളരുന്നതിനാകട്ടെ, ക്രിസ്തു നമ്മിൽ ഒന്ന് എഴുന്നേൽക്കട്ടെ, ക്രിസ്തു നമ്മിൽ ഒന്ന് വെളിപ്പെടട്ടെ. ആമേ. അത് 68 സംഗതി വായിക്കുന്നത്, യഹോവ എഴുന്നേൽക്കുന്നു, അവൻ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ക്രിസ്തു നമ്മിൽ ഒന്ന് എഴുന്നേറ്റ, ക്രിസ്തു നമ്മിൽ ബലപ്പെട്ട, ക്രിസ്തു നമ്മിൽ ശക്തിപ്പെട്ട, അവന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഒരു കോട്ടയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഒരു പ്രതിഭം നിൽക്കാൻ പറ്റത്തില്ല. ക്രിസ്തു നമ്മിൽ ഉറങ്ങരുത്, ക്രിസ്തു നമ്മൾ ക്ഷീണിതനല്ല, ക്രിസ്തു നമ്മൾ എഴുന്നേൽക്കട്ടെ, ക്രിസ്തു നമ്മൾ ബലം പ്രാപിക്കട്ടെ. ശബലോ മേൽക്കുമേൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതുപോലെ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ മഹത്വം നമ്മിൽ ഈ പകൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. ദുരബലബല വർഷബബബ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോടൊരു വാക്ക് കണ്ണീരോടെ പറയാൻ പറ്റുമോ? അപ്പാ, ഞാനല്ല, എന്നിൽ ക്രിസ്തു എന്ന് വളരണം. ഇനി ഞാനല്ല,
ആമേൻ. ഞാൻ എവിടെ പോകണമെന്ന് ആത്മാവ് നടത്തട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു തരട്ടെ. ആമേൻ. ഞാൻ എവിടെ ഇരിക്കണം, എവിടെ ഇരുന്നൂടാ, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ. ആമേൻ. ഞാൻ ആരാകണം, ഞാൻ ആരായിക്കൂടാ. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. ചിലപ്പോൾ നമ്മോട് പോലും മോനെ ഇരിയിടവിടെ, ഇരിയിടവിടെ. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. എത്ര പേർക്ക് ഈ പകൽ ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുക, പരിശുദ്ധാത്മാവ് ജീവിക്കുക. ചില കുടുംബ ജീവിതങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം പരിശുദ്ധാത്മാവ് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. ചില കുഞ്ഞുങ്ങൾ പരാജയപ്പെടുവാനുള്ള കാരണം പരിശുദ്ധാത്മാവിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ ആരാധിച്ച പോരാ, പരിശുദ്ധാത്മാവിന് ലീഡർഷിപ്പ് കൊടുക്കണം, പരിശുദ്ധാത്മാവിന് കൺട്രോൾ കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധ നമ്മൾ എൻ്റെ ഭാഷ ആരാധിക്കും, എൻ്റെ ഭാഷ പ്രവചിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവ് കേൾക്കണം, നമ്മൾ പറയുന്നത് കർത്താവ് കേൾക്കണം. അവിടെ നമ്മുടെ പരാജയം. ഹല്ലേലൂയ. നേരെ തിരിച്ചിട്ട് കർത്താവ് എന്ത് പറയും? അടിയാനിതാ അരുളി ചെയ്യണമേ. ഹല്ലേലൂയ. അത് എവിടെയെങ്കിലും ആ ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മടക്കി പിടിക്കുന്നതാണ് ഒരു ദൈവത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ബൈബിളിൽ നമുക്ക് നഷ്ടപ്പെടുത്തിയ ഒത്തിരി ആൾക്കാരെ അറിയാം. ആമേ. ശമൂവേൽ ആലയത്തിനകത്തിരിക്കുന്ന സമയത്ത് കർത്താവ് വിളിക്കുക, ശമൂവേലേ. ഹല്ലേലൂയ. ആ വിളി കേട്ട് ശമൂവേൽ ഓടാൻ തുടങ്ങി. എവിടുന്ന ശബ്ദം കേട്ട് പരിചയമില്ലാത്ത വിളി, ശബ്ദം കേൾക്കുന്നു. ബാലനല്ലേ, ഓടാൻ തുടങ്ങി. അവൻ്റെ ധാരണ മാനുഷികമായ ചിന്തയ്ക്കകത്ത് ഏലി പുരോഹിതം വിളിക്കുന്നു എന്ന ചിന്തയാണ്. ആമേ. ഏലിയുടെ അടുക്കൽ പോയി ചോദിച്ചു, അല്ലയോ ആമേ, ആമേ ഗുരുവേ, നീ എന്നെ വിളിച്ചോ? പുരോഹിത എന്നെ വിളിച്ചോ? പിതാവേ എന്നെ വിളിച്ചോ? അമ്മ. അദ്ദേഹം പറയില്ല, പോയി കിടക്ക്, പുള്ളിക്കറിയാം ദൈവകൃപയെ വളർത്താൻ കഴിയുന്നില്ല, തലമുറ പാപം ചെയ്ത് കിടക്കുന്നു. മാതാപിതാക്കളെ, ഞാനും നിങ്ങളും ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്ന് അകന്നാൽ തലമുറ പിച്ചി ചീന്തപ്പെട്ടു പോകും. നാം ദൈവശബ്ദം കേൾക്കുന്നവരായി മാറിയ തലമുറകളും ദൈവശബ്ദം കേൾക്കുന്നവരായി മാറും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നാം ആത്മീയ ജീവിതത്തിൽ തീഷ്ണത കാണിച്ചാൽ നമ്മുടെ തലമുറകളും ദൈവകൃപയിൽ നിൽക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. വീണ്ടും ആ ശബ്ദം കേൾക്കുമ്പോൾ പുരോഹിതൻ്റെ ഇടയ്ക്കിലേക്ക് ഓടിച്ചെല്ലുന്ന ശമൂവേലിൻ്റെ അടുത്ത് പുരോഹിതൻ പറഞ്ഞു, റൂട്ടൊക്കെ പറഞ്ഞു തരാം, അടിയാനിതാ അരുളി ചെയ്യണം. റൂട്ടറിയാം, പക്ഷെ പുള്ളിക്ക് മനസ്സില്ല. ആമേ. പുള്ളിക്ക് അതുപോലെ ബന്ധമില്ല. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കേണ്ടത്, ആമ കേൾക്കുമ്പോൾ റിസീവ് ചെയ്യേണ്ടത് എങ്ങനെയാണൊക്കെ പുള്ളിക്ക് എല്ലാം അറിയാം. പക്ഷെ പുള്ളിക്ക് അതൊന്നും കഴിയുന്നില്ല. സ്വതം ചെയ്യുന്നു. ഞാൻ പറയാം, നമുക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും ആമേ. പക്ഷേ ആമേൻ, ആ അറിയാവുന്ന രീതിയിലാണോ നമ്മുടെ സ്റ്റെപ്പുകൾ ഇല്ല എങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വന്ന് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലും പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് വന്നാൽ നിന്റെ പടക് ശൂന്യമാകാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ പടക് ശൂന്യമാകാൻ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ. ചില ശൂന്യത ഇത്രയും ആരാധിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത തീരാത്ത ചില ശൂന്യതകൾ ചില വിശ്വാസ കുടുംബങ്ങൾക്കകത്ത് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാ, ദൈവ ഇഷ്ടത്തിലേക്ക് നിന്നെ ഒന്ന് കൈപിടിച്ചൊന്ന് ഉയർത്താൻ വേണ്ടിയാ. അതുകൊണ്ട് ഇന്ന് പകൽ അതും പൈശാചിക പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, ദൈവമേ എന്നെക്കുറിച്ച് നിന്റെ ഇഷ്ടം എന്താണ്? ഈ തകർച്ചയിലൂടെ, ഈ ശോധനയിലൂടെ, ഈ വേദനയിലൂടെ, ഈ നിന്ദയിലൂടെ, അപമാനങ്ങളിലൂടെ നീ എന്നെ എന്താണ് ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? എന്നോട് എന്താണ് എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാൻ ആരാകാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശ്വാസപ്പെടുന്ന മടങ്ങി വരാൻ പറ്റുമെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് കൈമാറി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് ഒന്ന് വായിച്ചു വാക്യം. ദുർനടപ്പ്. അപ്പോൾ ഈ മന്ദിരത്തിനകത്ത് ദുർനടപ്പ് പാടില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ പാടില്ല.
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ പാടില്ല. അതിനു നമ്മൾ ക്രൂശിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു ചിന്ത അകത്ത് വന്നാൽ അതിന് വളരാൻ ഇടം കൊടുക്കാതെ ഒരു പായിട്ട് മുഴങ്കാലം അടക്കിയിട്ട് അപ്പനോട് പറയണം, ഇതിനെ ജയിക്കാനുള്ള കൃപ എനിക്ക് താപ്പാ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ശോധന വരുത്തില്ലെന്നും പോരാട്ടം വരുത്തില്ലെന്നൊന്നും ഞാൻ പ്രസംഗിക്കത്തില്ല. എൻ്റെ ജീവിതത്തിലും വരും, നിങ്ങളുടെ ജീവിതത്തിലും വരും. ചിന്താമണ്ഡങ്ങൾക്കകത്ത് വരും, ഹൃദയത്തിനകത്ത് വരും, പാപചിന്തകൾ വരും. പക്ഷേ അതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു, ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജയത്തെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതിനെ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തോട് കരയാനും എനിക്കിതിനെ ജയിക്കണമെന്നൊരാഗ്രഹം അകത്തുണ്ടെങ്കിൽ അപ്പം കൂടെ നിൽക്കും, ജയം തരും. ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ധാരണ വന്നാൽ എന്ത് ചെയ്യൂ, സാത്താൻ സപ്പോർട്ട് ചെയ്യും, നമ്മൾ വീഴും, ശോധന ചെയ്യുന്നു. പക്ഷെ എപ്പോഴും നമ്മുടെ ദീർഘദൃഷ്ടിയുള്ളവരാകണം. ഹല്ലേലൂയ. ദീർഘവിഷനുള്ളവനായി മാറും. അതാണ് മത്തായി 4 നമ്മൾ കാണുന്നത്. നിനക്ക് വിശക്കുന്നില്ലേ? സത്യമായ കാര്യം. ഹല്ലേലൂയ. യേശുവിന് വിശക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പതുക്കെ അങ്ങോട്ട് ചേർന്ന് നിന്നിട്ട് ആ വിശപ്പടക്കാനല്ല യേശു നോക്കിയത്. നമ്മളാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പരാജയം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ പതുക്കെ ഒന്ന് അതിനോട് ചേർന്ന് നിന്ന് അപ്പോഴത്തെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ നോക്കുന്നത് കൊണ്ടാണ് വിജയിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. ആമേ. കാരണം അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 16-ാം അധ്യായത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. ആമേ. പൗലോസിനെയും ശീലാസിനെയും കണ്ടപ്പോൾ വെളിച്ചപ്പാടത്തിൽ പറഞ്ഞ വാക്കുണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ആമേ. ഒരു സദ്വർത്തമാനം വിളിച്ചു പറയുന്നു. പൗലോസ് അങ്ങോട്ട് ചേരുകയല്ല ചെയ്തത്, അവൾ വിവേചിച്ചു. പൗലോസ് ആത്മാവേദന്ന്. ഹല്ലേലൂയ. ആമേ. ഇന്നത്തെ ആത്മീയ ലോകത്തെ പറ്റുന്ന ഏറ്റവും വലിയ പരാജയം, ആമേ, ദൂത് വെളിപ്പെടുമ്പോൾ മുട്ടുമടക്കിയല്ല ചെയ്യേണ്ടത്, ദൂത് വരുമ്പോൾ ആത്മാവെന്തെന്ന് വിവേചിക്കണം സഭ. സ്വാതന്ത്ര്യം ചെയ്യുന്നു. ആമേൻ. ചിലക്ക് ഒരു ദൂത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം പോലെയൊക്കെയാ. ഹല്ലേലൂയ. പക്ഷെ ആത്മാവിനെയും കൂടെ വിവേചിക്കണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? പൗലോസ് ഇവിടെയൊക്കെ ജയിക്കാനുള്ള കാരണം ദൂതുകളോട് അവൻ എതിർത്തില്ല. പക്ഷെ ആത്മാവിനെ വിവേചിച്ചിട്ട് അശുദ്ധാത്മാവിനോട് എതിർത്തു നിന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ചില കാരാഗ്രഹത്തിന് അടിത്തറകളെ പൊളിക്കാൻ തന്റെ ഭക്തരെ ഉപയോഗിച്ചെങ്കിൽ ആത്മാവിനെ വിളിച്ചു പറയാ, പരിശുദ്ധാത്മാവിനെ വിവേചിക്കണം സഭ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഞാൻ വളരെ ഭയത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. ഒരു കാലത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് സഭയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആത്മാവിനെ വിവേചിക്കണം. ആത്മാവിനെ വിവേചിക്കണം. ആമേൻ. കരഞ്ഞു പോകും, ചിലപ്പോൾ കരഞ്ഞു പോകും. ചില വ്യക്തികൾക്കകത്തിരിക്കുന്ന ആത്മാവ് ശരിയല്ല. ഹല്ലേലൂയ. 2-3 ദിവസമൊക്കെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ട് ഒരു സെഷനായ ആകുമ്പോൾ ഒക്കെ പറഞ്ഞു വിടേണ്ട ഗതി വന്നിട്ടുണ്ട് പാസ്റ്റർമാരെ. ഹല്ലേലൂയ. അവൻ കാരണം ആത്മാവ് ശരിയല്ലാത്തതുകൊണ്ടാണ്. പുള്ളിയോട് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല. ഹല്ലേലൂയ. അവരോട് നമുക്കൊരു പിണക്കവും ഇല്ല, അവരോട് നമുക്കൊരു സങ്കടവും ഇല്ല. പക്ഷെ ആത്മാവ് ശരിയല്ലാതെ വരുമ്പോൾ അത് സഭയെ ബാധിക്കും, ജനത്തെ അത് ബാധിക്കും, കുടുംബങ്ങളെ അത് ബാധിക്കും. ഹല്ലേലൂയ. Praise the Lord, praise the Lord. ഹല്ലേലൂയ. ഈയൊരു പൈശാചിക ബന്ധനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സമയത്ത് ആമേ ദൈവദാസന്റെ പേരും പറഞ്ഞിരിക്കുകയാണ് പിശാച്. ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യുന്നു. എന്തോ അത്ഭുതങ്ങളാണ് നടക്കണ ദൈവമേ. ആമേ. സ്വതം അങ്ങനെ വിവേചിച്ച് വന്നപ്പോഴാണ് പറയുന്നത്, ആമേ, ഒരു വ്യഭിചാരത്തിന്റെ ആത്മാവാണ് അദ്ദേഹത്തിൽ ഫലിക്കുന്നത്. അത് പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അത് കയറിയിരിക്കുക. സ്വതം ചെയ്യുന്നു. ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ആത്മാവ് കൈമാറി. സ്വതം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, സഭ വിവേചിക്കണം. എല്ലാവരും കേൾക്കണതാണ് എൻ്റെ ചിന്ത. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആത്മാവിനെ സഭ വിവേചിക്കണം. സഭയ്ക്ക് പ്രവചനമല്ല വേണ്ടത്, ഏത് ആത്മാവിനാലുള്ള പ്രവചനമെന്ന് സഭ തിരിച്ചറിയണം. ഹല്ലേലൂയ. വെളിപ്പാടല്ല വേണ്ടത്, വെളിപ്പാട് ഏത് ആത്മാവിനാൽ വിവേചിക്കുന്നത് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയെ ഭരിക്കണം.
പരിശുദ്ധമാവ് ദൈവസഭയ്ക്കകത്തിറങ്ങണം, പരിശുദ്ധമ കുടുംബങ്ങൾക്കകത്തിറങ്ങണം, പരിശുദ്ധമ തലമുറകൾക്കകത്തിറങ്ങണം. പരിശുദ്ധമാവ് സഭയെ നയിക്കട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് സഭയ്ക്കകത്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, ആദരത്തിലൂടെ വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ആത്മാവ് ഏതാണെന്നുള്ളത്. സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവ് നമ്മുടെ അകത്ത് വരട്ടെ. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നാം ചെയ്യുന്നത് ക്രിസ്തുവിലാകട്ടെ, ക്രിസ്തുവിന് പ്രസാദമുള്ളതാകട്ടെ. മകളെ, കൈയടിച്ചാൽ അത് ദൈവം പ്രസാദിക്കണം. അല്ലെ, കൈയടിച്ചൊരു ഗുണവുമില്ല. ഒരു സ്തോത്രം പറഞ്ഞാൽ അതും ദൈവം പ്രസാദിക്കണം. നമ്മൾ ആരാധന ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ ആരാധന പ്രസാദിക്കട്ടെ, ദൈവം നമ്മുടെ സ്തോത്രങ്ങളിൽ പ്രസാദിക്കട്ടെ. ഇടിഞ്ഞു കിടക്കുന്ന യാഗയുടെ പണിതെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പനോട് പറ, നാമേ കർത്താവ് നീ എന്നെ ഒന്ന് പണിയണമേ, ഇതിനകത്ത് എൻ്റെ അപ്പൻ വസിക്കട്ടെ. ഇത് ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ ജീവശ്വാസം ഊതിയ മനുഷ്യനായതാ. ഹല്ലേലൂയ. ദൈവം എന്തെല്ലാം മാന്യതകൾ നമുക്ക് തരുന്നറിയാമോ? ഞാൻ ഇന്നലെ വരെ എന്നെ ഇങ്ങനെ അലർട്ട് ചെയ്യണം കർത്താവിൻ്റെ ദാസൻ. ഒരു സിമ്പിൾ കാര്യം, പക്ഷെ ഞാൻ ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നോട് പാഷ ആദ്യം വിളിച്ചിട്ട് വച്ചിട്ട് രണ്ടാമത് വിളിച്ച് ചോദിച്ചു, പാഷേ കോഴി ഇറച്ചി കഴിക്കുമോ എന്ന് ചോദിച്ചു. സ്വതം ഹല്ലേലൂയ. ഞാൻ ചെന്ന് ദൈവമേ, ഒരു കാലത്ത് ഭിക്ഷ എടുത്തോണ്ട് നടന്ന എന്നോട് ഒരു അഭിഷേകം ചോദിക്കുക കോഴി ഇറച്ചി കഴിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ചോദ്യം ഇല്ലേ, കോഴിയിറച്ചി കഴിക്കുമോ എന്ന് ആ ദൈവ മനുഷ്യൻ എന്നോട് ചോദിച്ചത് ഈ വേദപുസ്തകം പിടിച്ചോണ്ടല്ലേ ചോദിച്ചത്? ഇല്ലേ, ചോദിക്കുമോ? സ്വതം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മാന്യത എവിടുന്നെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലേ അത് ഇതൊക്കെ ചുമന്നതിൻ്റെ ഗുണമാ. അല്ല, എന്നാ ഇരിക്കണേ, നിങ്ങൾക്ക് കാണൂല, എനിക്കൊന്നുമില്ല. ശോധന ചെയ്യുന്നു, എനിക്കൊന്നുമില്ല. ആമേൻ, ആമേൻ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു മാന്യത കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഗുണമേ ഉള്ളൂ, ഇത് പ്രസംഗിക്കുന്നത് കൊണ്ട്, ഇത് ചുമക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാ, ആമേൻ, ഇതിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ അകത്ത് വേണ്ട. നമുക്ക് ലഭിക്കേണ്ട മാന്യതകളോ, നമുക്ക് ലഭിക്കേണ്ട നന്മകളോ, നമുക്ക് ലഭിക്കേണ്ട സകല അനുഗ്രഹങ്ങളോ നമ്മുടെ ദൈവം നമ്മുടെ പിന്നാലെ കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ആർക്കും അറിയാതെ, ആർക്കും പരിചയമില്ല, ആർക്കും പ്രസിദ്ധനല്ലാത്ത ഒരു ഓബേദേദോം ഒരു മലമുകളിൽ ജീവിക്കുകയാണ്. സ്വതം ചെയ്യുന്നു. പുള്ളി രാജാവൊന്നുമല്ല, പുള്ളി ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, യഹോവയുടെ പെട്ടകം അവന്റെ കൂടാരത്തെ അവൻ ക്ഷണിച്ചുകൊണ്ടല്ല പോയത്, എടുത്തുകൊണ്ടല്ല പോയത്. അവന്റെ കൂടാരം അവനെ തേടി യഹോവയുടെ പെട്ടകം ചെന്ന് അവന്റെ വീട്ടിലേക്ക്. വേദപുസ്തകം പറയുന്നു, യോഗ്യതയുള്ളവരും പ്രതീക്ഷിച്ചവരും സ്വപ്നം കണ്ടവരും ആഗ്രഹിച്ചവരും അതിനുവേണ്ടി തയ്യാറെടുത്തവരും വസ്ത്രം ധരിച്ചവരും തുള്ളിച്ചാടിയവരും നോക്കി നിൽക്കെ ഒരു മാന്യതയില്ലാത്ത ഭക്തൻ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവനും അവനുള്ള സകലതും അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ദൈവസഭയോട് പറയാ, വിശുദ്ധിയോടെ നീതി ചുമന്നാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധിയോടെ നീതി ചുമന്ന നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധിയോടെ നീ ചുമന്നാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. വരുന്നില്ല ദൂതാത്. വിശുദ്ധിയോടെ നീ ചുമന്ന നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വേണമെങ്കിൽ ആമേൻ പറയും. സ്വന്തം ചെയ്യും. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ചുമന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കോ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കോ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കോ. ആമ ദേശത്ത് വാനമേറ്റി ഓടുമാറാക്കോ. ഇതിനകത്ത് സകല വചനങ്ങൾ നമുക്കുള്ളതാ കുഞ്ഞുങ്ങളെ. അത് പ്രാപിക്കാൻ നമ്മൾ തയ്യാറാകണോ. അതുകൊണ്ട് ദുർനടപ്പ് ഇതിനകത്ത് വേണ്ട, ദുർനടപ്പ് ഇതിനകത്ത് വേണ്ട, ദുർനടപ്പ് ഇതിനകത്ത് വേണ്ട. അടുത്ത വാക്ക് വായിച്ചാട്ട്. അശുദ്ധി. അശുദ്ധി ഇതിനകത്ത് വേണ്ട. എന്താണ് അശുദ്ധി?
ആമേ. റോമർ 12:2 സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനിലും വിശുദ്ധിയിലും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അടുത്ത വാക്യം കൂടെ, ഈ ലോകത്തിൽ അനുരൂപരാകാതെ ക്രിസ്തു അകത്തുള്ളവർ ഈ ലോകത്ത് അനുരൂപപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മളെ എങ്ങനെ ഈ ലോകത്തിൽ അനുരൂപപ്പെടുത്താമെന്നാണ് മനുഷ്യൻ നോക്കുന്നത്. ഹല്ലേലൂയ. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും വസ്ത്രധാരണത്തിലും ജീവിത ശൈലികൾക്കകത്തല്ല നമ്മൾ എങ്ങനെ ഈ ലോകത്ത് അനുരൂപരാക്കാം. ഹല്ലേലൂയ. അതിനുവേണ്ടി പിശാചിങ്ങനെ നോക്കി. ഞാൻ പറയാ, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യരുത്. എല്ലാവരും പരിശുദ്ധാത്മ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മ എന്ത് പറഞ്ഞു അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യും. കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമായിരുന്നു. ആ സമയത്തും ആമേ ഡ്രസ് കോഡൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഉപദേശി വേഷം മാത്രം മതി. സ്വതം ചെയ്യുന്നു. അതിന് കല്യാണമായാലും ആമേ പാല് കാച്ചായാലും അത് ആമേ എന്തായാലും എനിക്ക് വെള്ള ഉടുപ്പും ഈ പാൻറ്റും എനിക്ക് ചേരുള്ളൂ. സ്വതം ചെയ്യുന്നു. അത് എൻ്റെ പോളിസിയാണ്. സ്വതം ചെയ്യുന്നു. അത് മറ്റു ഇടുന്ന തെറ്റുന്നത് ഞാൻ പറയുന്നു. എനിക്ക് അതാണ് യോജിക്കുന്നത്. സ്വതം ചെയ്യുന്നു. എൻ്റെ അകത്ത് എനിക്കൊരു മനസ്സിനൊരു തൃപ്തി അതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേന്ന് ഞാൻ നോക്കിയപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ വന്നപ്പോഴത്തേന് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞാൻ മാത്രം കോട്ടില്ലെന്നുള്ളൂ. സ്വതം ചെയ്യുന്നു. എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. സ്വതം ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരും വലിയ സമം പോലെ വന്നപ്പോൾ ഞാൻ മാത്രം നിൽപ്പുണ്ട്. പെണ്ണിൻ്റെ അപ്പം മാത്രം വെള്ളം ഉടുപ്പിട്ട് ഒരു ക്രീം പാൻറ്റിട്ട് നിൽക്കുകയാണ്. സ്വതം ചെയ്യുന്നു. ഞാൻ പറയുന്നത് അത് വിശുദ്ധി എന്നല്ല ഞാൻ പറയുന്നത്. സ്വതം ചെയ്യുന്നു. എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യം അല്ലാതെ അത് വസ്ത്രം അത് ഞാൻ വിശുദ്ധി ഒന്നും അത് കൊണ്ടുവരത്തില്ല. മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കണം, ഫംഗ്ഷന് പോകണം. ഞാൻ എൻ്റെ കാര്യമോ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ അകത്ത് എനിക്കത് യോഗ്യമല്ല തോന്നി ഞാൻ ഉപയോഗിച്ചില്ല. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി യോജിക്കുന്ന നല്ല ഭവിഷ്യത്തന്മാരാണ് വന്നത്, അവരെ ഭാവികളാണോ? അവർ ഭാവികളൊന്നുമില്ല. സ്വതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കാര്യം വ്യക്തിപരമെന്ന കാര്യമോ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എനിക്ക് യോജിക്കുന്ന രീതിയിൽ എന്നെ അപ്പോഴും ഒരുക്കിയത് ആ നിലവാരത്തിലാണ്. ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് ചില സമയങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേ ഞാൻ വളരെ അത് ആരെന്ത് ചെയ്താലും ആമേ ഞാൻ അത് അനുഭവിച്ചറിയുന്നൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥതയായിരിക്കും, ഇറിറ്റേഷനായിരിക്കും. സ്വതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുത്തി കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മെ ജയത്തോടെ നടത്താൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ ജയത്തോടെ നടത്താൻ പറ്റും. സ്വതം ചെയ്യുന്നു. ആമേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞ് മെഡിസിനൊക്കെ പഠിച്ചത് സ്വതം ചെയ്ത് അവർക്ക് വിവാഹം വന്ന് നിങ്ങളെന്നെ സ്നേഹിക്കുന്ന മക്കളല്ലേ ഒരു വാക്കൊന്ന് സാക്ഷി പറയണ്ടേ. സ്വതം ചെയ്യുന്നു. ആമേ. ആമേ. പെട്ടെന്ന് കല്യാണങ്ങൾ ഭാഷമാരൊന്നും അറിയിക്കാൻ പറ്റിയില്ല. സ്വതം ചെയ്യുന്നു. പെട്ടെന്ന് ഒരു കല്യാണാലോചനയൊക്കെ വന്നു. അങ്ങനെ ആമേ. സ്വതം ചെയ്യുന്നു. അവളെ വിവാഹം കഴിഞ്ഞു. ആമേ. സ്വതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേ. സ്വതം ചെയ്യുന്നു. ഒരു വിവാഹം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ദൈവം അവിടെ നിന്ന് ഒരുക്കി. ആമേ. സ്വതം ചെയ്യുന്നു. അവൾ വിവാഹം കഴിച്ച കുഞ്ഞ് കഴിഞ്ഞ് 2-ാം തീയതി പോയി. കാനഡയിലാണ് അവന് ജോലി. സ്വതം ചെയ്യുന്നു. ആമേ. മോള് ഡോക്ടറാണ്. മോള് ഇനി അടുത്ത ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമത്തിലാണ്. സ്വതം ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ അവർക്ക് നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേ. സ്വതം ചെയ്യുന്നു. നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ നമുക്കതിനുള്ള സ്ഥാനമാനങ്ങളും ഒന്നുമില്ലെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുന്ന വഴികൾ എത്ര ഭയങ്കരമാകുമെന്നറിയാമോ? ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യുന്നു. ഒരു ചിന്ത മാത്രമേ എൻ്റെ അകത്ത് കർത്താവ് ഇട്ടുള്ളൂ. കാനഡ എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുന്ന ദൈവം. സ്വതം ചെയ്യുന്നു. ഞാൻ ചില 2-3 മാസങ്ങൾ ഞാൻ അത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്വതം ചെയ്യുന്നു. അതുകൊണ്ടിങ്ങനെ നടന്നു. ആമേ. അത് ആ തലമുറയ്ക്കുള്ള ഭാവിയായിരുന്നു. അതിൻ്റെ ക്രമീകരണ ദൈവം ഒരുക്കി. ഇടയ്ക്ക് ഭാഷമാരില്ല, ബ്രോക്കർമാരില്ല, ഏജന്റുമാരില്ല, ഒന്നുമില്ല. സ്വതം ചെയ്യുന്നു. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. നല്ല പയ്യനാണ്, പ്രാർത്ഥനാ വീരനാണെന്നൊക്കെ പറയും. ലാസ്റ്റ് സ്വോത്രം പോലും പറയാത്തവനായിരിക്കും അവൻ. സ്വതം ചെയ്യുന്നു. അതോടെ അവൻ്റെ കുടുംബവും തീർന്ന കുഞ്ഞിൻ്റെ ഭാവി ഇത്. സ്വതം ചെയ്യുന്നു. അഭിഷേകവും പ്രാപിക്കാത്തവനായിരിക്കും, വെളിവില്ലാത്തവനായിരിക്കും, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവനായിരിക്കും. സ്വതം ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതുപോലെ കേട്ടിട്ട് വേണം ആത്മക്കൾക്ക് പെണ്ണെടുക്കാനും പെൺമക്കൾക്ക് പയ്യന്മാരെ എടുക്കാനും.
നിങ്ങൾ വലിയ ഗ്ലോറി സ്വത്തൊന്നും പറയണില്ല. ഞാൻ 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അനുഭവമാണ് പറയുന്നത്. ഞാൻ ഒരു ദൈവദാസനായതുകൊണ്ട് നിങ്ങളോട് ഒരു വാക്ക് പറയാം. നിങ്ങളുടെ പെൺകുട്ടികൾക്കും ആൺപയ്യന്മാർക്കും ഒരു ഭാവിക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ആലോചന കിട്ടാതെ, ഒരു ദൈവിക ഗൈഡൻസ് ദൈവത്തിൽ നിന്ന് ലഭിക്കാതെ നിങ്ങൾ ഒരിക്കലും ആ വിവാഹത്തിന് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഏറ്റെടുക്കുക. ഞാനൊരു സുവിശേഷകനായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി കുടുംബങ്ങൾക്ക് വേണ്ടി, ഒത്തിരി തലമുറകൾ, ഞാൻ ഒരു അപ്പനാണ്, 2 പെൺകുഞ്ഞുങ്ങളുടെ അപ്പനാണ്, ഒത്തിരി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം എന്തിനു പറയും. ഞാൻ ഇതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സഭയിൽ ഇങ്ങനെ പറയുന്നത്, ഒരു സഭയിൽ പോയി പറയണത് നിങ്ങളോട് പറയുന്നത്. സ്വതം ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, വളരെ കെയർഫുള്ളായിരിക്കണം. സ്വതം ചെയ്യുന്നു. എന്നെ വിളിക്കുകയാണ് ഒരു കല്യാണത്തിൻ്റെ കാര്യം. എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പോകാറില്ല, അങ്ങനെ ചോദ്യം ചെയ്യുന്നു. പാസ് ഇത് ദൈവഹിതമാണോ അല്ലയോ എന്ന് ആളിനെ പറഞ്ഞു. പാസ് ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ, ഒന്ന് യെസ് അല്ലെങ്കിൽ നോ. ചിലപ്പോൾ നല്ലതായിരിക്കും നോ പറയണത്, നോ ആയിരിക്കും യെസ് പറയണത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു നടത്തിപ്പ് പെന്തക്കോസിനകത്ത് വേണ്ട. ബൈബിളിനകത്ത് അങ്ങനെ ഇല്ല. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ യാതൊരു നിങ്ങളതായിരിക്കുന്നു. എനിക്ക് ദൈവം ഒരു ദൂത് തരുന്നു, ഞാൻ വന്ന് പറയുകയാണ്, ഓക്കെ. അല്ലാതെ എനിക്കറിയില്ല, നിങ്ങളറിയത്തില്ല, നിങ്ങളുടെ മോക്ക് കല്യാണമായ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ പൂട്ടിപ്പിറ്റി നിൽക്കുകയാണ്, പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു, ഞാൻ വന്ന് പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞിന് അടുത്ത മാസം പണ്ടത് കല്യാണമാണ്, ദൈവഹിതമാണ്, നടത്തിക്കോളാൻ പറഞ്ഞാൽ നിങ്ങൾ ആമേ പറഞ്ഞോണം. അല്ലാതെ ഈ വിഷയവുമായിരുന്നൊരു പാസ്റ്റർ ദൈവശബ്ദത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. ഞാൻ എൻ്റെ ആരോട് പറഞ്ഞ് തെറ്റെങ്കിൽ സോറി, ഹല്ലേലൂയ, ഞാൻ തന്നെ തിരിച്ചെടുത്തോളാം. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്കതിനോട് ഇഷ്ടമില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനും പോകാറില്ല, ഞാൻ അങ്ങനെ ദൂത് പറയാനും പോകാറില്ല. സ്വതം ചെയ്യുന്നു. അത് ശരിയുള്ള കാര്യവുമല്ല. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. നമ്മുടെ ദൈവ സാന്നിധ്യം എനിക്കറിയാം. നിങ്ങൾക്ക് ഈ ഉദരത്തിലെ കുഞ്ഞിനെ ചുമക്കാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ ഈ കുഞ്ഞിനെ എന്താകണം, എവിടെ എത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇതിനെ തിന്നാൻ കൊടുക്കാനും പഠിപ്പിക്കാനും നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നെങ്കിൽ, ജ്ഞാനം തന്നെങ്കിൽ, ഇതിനെ ഏത് കുടുംബത്തിൽ ഏത് പയ്യന്റെ കൂടെ കൈപിടിച്ച് കൊടുക്കണമെന്ന് എൻ്റെ അപ്പം നിങ്ങളോട് പറയും. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ ജീവിക്കണ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്വാതം ചെയ്യുന്നു. ഞങ്ങളുടെ കല്യാണ ശുശ്രൂഷക്ക് ഉപവാസപ്പാടത്തിൻ്റെ പോലെയൊക്കെ ആയപ്പോൾ മോനച്ചൻ പാസ്റ്ററിൻ്റെ കൺട്രോളൊക്കെ തെറ്റി പുള്ളി കരഞ്ഞോണ്ടാണ് പ്രസംഗിച്ച് ലാസ്റ്റ് പരിശുദ്ധമാവ് ഇറങ്ങി വന്നു. സ്വതം ചെയ്യുന്നു. കല്യാണം പോലെയൊന്നും അല്ല നടന്നു. സ്വതം ചെയ്യുന്നു. കയ്യടിയും അന്യഭാഷയും ബഹളമൊക്കെ നടന്നു കാര്യമൊക്കെ അമ്മ സ്വതം ചെയ്ത്. കാരണം പ്രാർത്ഥനയോടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പരിപാടിയും നടക്കത്തില്ല. സ്വതം ചെയ്യുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ 3:30 പോലെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആർക്ക് കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയാ, ദൈവകുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് ചില കാര്യം യോജിപ്പിക്കാൻ തുടങ്ങിയാലേ അതൊക്കെ അനുഗ്രഹമായി തീരും. പരിശുദ്ധാത്മ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ബുദ്ധിക്കല്ല. കാരണം ഒരു പൊട്ടനാണ് ഞാൻ, എനിക്കൊരു കഴിവില്ല. അതൊരു കർത്താവ് ചെയ്താലേ പറ്റുള്ള കാര്യങ്ങൾ കർത്താവെല്ലാം ഭംഗിയായി ചെയ്യും. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇന്ന് പകൽ അനുഭവത്തോടെ പറയാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും, നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം കരുതും. ദൈവം കരുതും, ദൈവം കരുതും, ദൈവം കരുതും പറഞ്ഞ ദൈവം കരുതും, ദൈവം കരുതും. ദൈവം വഴി തുറക്കും എന്ന് പറഞ്ഞ ദൈവം വഴി തുറക്കും, ദൈവം വഴി തുറക്കും. പരിശുദ്ധാത്മാവിനെ നടക്ക്, പരിശുദ്ധാത്മാവിനെ ജീവിക്ക്, പരിശുദ്ധാത്മാവിൽ മുമ്പോട്ട് പോ. പരിശുദ്ധാത്മാവ് സഭയെ നടത്തണം, പരിശുദ്ധാത്മ കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് വിദ്യാഭ്യാസ മേഖലകളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ ലോകത്തിൽ അനുരൂപരാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്ത് അനുരൂപപ്പെടുന്ന ഏതെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പന് വസിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കൈയടിക്കാൻ പറ്റും, അന്യഭാഷ പറയാൻ പറ്റും,
ഭൂതത്തെ പുറത്താക്കാൻ പറ്റും, രോഗിയെ സൗഖ്യമാക്കാൻ പറ്റും, വീര്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റും. അപ്പനിരിക്കാൻ പറ്റില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇതെല്ലാം കൃപാവരങ്ങളാണ്. ഏത് പാപം ചെയ്തിട്ട് പ്രവചിക്കാം. സ്തോത്രം ചെയ്യുന്നു. എത്ര പേരുണ്ട് പ്രവചിക്കുന്നവർ? സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ കൃപാവരങ്ങളാണ്. പക്ഷെ വിശുദ്ധി ഉണ്ടെങ്കിലേ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കത്തുള്ളൂ. കർത്താവ് വന്നില്ലെങ്കിൽ, ഞാൻ വൈകിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം ഭാഗങ്ങളൊക്കെ ഇല്ലേ? കർത്താവ് പറഞ്ഞു, എൻ്റെ നാം നിങ്ങൾ ഭൂതങ്ങളെ പുറത്തേക്ക് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതം അടയാളം ചെയ്തു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ദൈവം അറിയാത്തവർക്കും കർത്താവ് ബന്ധമില്ലാത്തവർക്കും ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും വിശുദ്ധിയൊന്നും വിചാരിക്കരുത്. ഒരു വ്യക്തിയിൽ ഒരു വ്യക്തി പ്രാർത്ഥി ഭൂതം പോകണമെങ്കിൽ അവൻ ഭയങ്കര ലോക വിശുദ്ധനെന്ന് ചിന്തിക്കരുത്. ഒരു വ്യക്തി ഭാവി വർത്തമാന ഭൂതകാലം പ്രവചിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവൻ വിശുദ്ധം ചിന്തിക്കരുത്. വിശുദ്ധരുണ്ട്, വിശുദ്ധ പ്രവചിക്കും. പക്ഷെ അത് വിശുദ്ധിയുടെ പ്രതീകമല്ല. ജീവിതമാണ് വിശുദ്ധി. ജീവിതമാണ് വിശുദ്ധി. ജീവിതമാണ് വിശുദ്ധി. ഹല്ലേലൂയ. കുഞ്ഞ്, നമ്മൾ ചലിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മോടുകൂടെ ചലിക്കണം. പരിശുദ്ധാത്മ നമ്മോടുകൂടെ നടക്കണം. ഹല്ലേലൂയ. പരിശുദ്ധമാവാം ദൈവത്തോട് കൂടെ നടക്ക്. അതിൽ വരെ ഭാഗ്യം മറ്റൊന്നുമില്ല. ഞാൻ ദൈവസഭയോട് പറയാം, ഈ ലോകത്തിൽ അനുരൂപപ്പെടുന്ന ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ മുട്ടുമടക്കി ദൈവത്തോട് പറയേശുപ്പാ, എന്നെ വിടുവിക്കണം, എന്നെ വിടുവിക്കണം. ഇതെന്നെ നിത്യത നകറ്റിക്കളയരുതേ. ദൈവരാജ്യം നകന്നു പോകാൻ ഇടവരുത്തരുതേ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവിക ആ ലീഡർഷിപ്പ്, ദൈവിക ഗൈഡൻസ്, ദൈവിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടരുത്. ഹല്ലേലൂയ. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപെടലുകൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അപ്പനമ്മ മക്കൾ ബന്ധങ്ങൾ, ഇതൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി വരട്ടെ. ആ കൂടാരങ്ങൾക്കകത്ത് സമാധാനം കാണും. ആ കുടുംബത്തിൽ സന്തോഷം കാണും. ഓ, ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഹോക്ഷം മുഴങ്ങും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരയണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാപത്തിന്റെ ആഴങ്ങളിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് ലേഖനം പറയുന്നു. ആകയാൽ അശുദ്ധി, കൊലോസ്യർ 3:5, അതിരാഗം, ദുർമോഹങ്ങൾ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. കണ്ടോ, ചിലർക്ക് എത്ര കിട്ടിയാലും ഒരു തൃപ്തിയില്ല. വിഗ്രഹത്തെ ആരാധിക്കൂല, അത്യാഗ്രഹം. സ്വതം ചെയ്യും. അത്യാഗ്രഹം വേണ്ട. ആമേ. എല്ലാം ഉള്ളത് കൊണ്ട്. ആമേ. നിങ്ങൾ എനിക്ക് എങ്ങനെ നിങ്ങൾ പറഞ്ഞെനിക്ക് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ദൈവം നമ്മളിലൂടെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിൻ്റെ വഴിയും കൂടി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. ഞാൻ വളരെ ഈ പുൾപിറ്റിൽ ദൈവ സാന്നിധ്യം നിറയപ്പെട്ട പുൾപിറ്റ് ഞാൻ പറയാം. കടം വാങ്ങിക്കാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാതെ, നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് കർത്താവ് പറഞ്ഞാൽ അത് തരാൻ എൻ്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്നാൻ ആഹാരമില്ലെങ്കിൽ തിന്നാതിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, ശോധന ചെയ്യുന്നത്. ആമേ. ഞാൻ അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് വന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ പട്ടിണിക്കിട്ട് തന്നെയാണ് ശുശ്രൂഷ വേല ചെയ്തത്. വേണമെങ്കിൽ അടുത്ത് ചെന്ന് അരി വാങ്ങിക്കാൻ കിട്ടും, ഇഷ്ടം പോലെ കടം വാങ്ങിക്കാൻ കിട്ടും, വായ്പ കിട്ടും. ഞാൻ അങ്ങനെ എൻ്റെ ദൈവത്തെ അവിശ്വസിച്ചിട്ടില്ല. എൻ്റെ കർത്താവിന് ഞാൻ അപ്പാ, നിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശപ്പടക്കേണ്ട കടമ നിൻ്റേതാണ്. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നൊരു കാര്യം വന്നപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ മോൾ നിൽക്കുന്ന സാന്നിധ്യത്തിലാണ് കർത്താവ് പറഞ്ഞു, മോളെ, നിന്നെ പഠിക്കേണ്ട പൈസ, നിനക്ക് പഠിക്കേണ്ടുന്ന പൈസ നിൻ്റെ അപ്പൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും. അത് മതി. ആമയും പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവളെ പഠിപ്പിക്കേണ്ട പൈസ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ തന്നു.
ഒത്തിരി പേരോട് ചോദിച്ചു, ആമേ ലോൺ എടുത്തോ, വിദ്യാഭ്യാസ ലോൺ എടുത്തോ. എനിക്ക് ചിരി തോന്നി, എന്തിന് വേറെ ജോലി തോലുമില്ലേ? എന്നിട്ട് കെട്ടിച്ച് വിടുമ്പോൾ ലോൺ എടുത്ത പശുവിനെ പോലെ ആ ലോണും എല്ലാം കൂടെ കുട്ടിയെ പിടിച്ചാൽ കെട്ടിച്ചങ്ങ് വിടും. ശോധന ചെയ്യും. 50 ലക്ഷം രൂപ കടവും പെൺകുട്ടിയും കൂടെ ശോധന ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ദൈവത്തിൽ അങ്ങനത്തെ അവിശ്വാസമൊന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം തരൂന്ന് പറഞ്ഞാൽ അവൻ തരാൻ വിശ്വസ്തൻ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ അത് അംഗീകരിച്ചെടുത്തായിരിക്കും. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞെ പഠിപ്പിക്കേണ്ട പൈസ ഞാൻ തരും. ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. എങ്ങനെ തന്നതിനോട് ചോദിക്കരുത്, എങ്ങനെ കിട്ടിയെന്നതിനോട് ചോദിക്കരുത്. 10, 35, 40 വിശ്വാസികളുടെ ഒരു കൊച്ചു സഭയിലെ ഉപദേശിയാണ് ഞാൻ. ലോകപ്രശസ്തനൊന്നുമല്ല. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. 500,000 വിശ്വാസികളൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, ഇതെങ്ങനെ നടക്കുന്നത്? ദൈവം നമ്മെ വേലയ്ക്ക് വിളിച്ചാൽ ദൈവം വിശ്വസ്തന. ഞാൻ അതുകൊണ്ട് ശുശ്രൂഷ മടങ്ങ് പറയണ്ട, ഇവിടെ സഭയല്ല നിങ്ങളെ മിനിസ്ട്രിക്ക് വിളിച്ചത്, സംഘടനയല്ല മിനിസ്ട്രിക്ക് വിളിച്ചത്, ഇവിടെ വിശ്വാസ സമൂഹമല്ല മിനിസ്ട്രിക്ക് വിളിച്ചത്, വേലയ്ക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. ആമേൻ. ഒരു ദോശ വഴിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് കുഞ്ഞിനെ വിശപ്പടങ്ങി ഞങ്ങൾ തളർന്നു നിന്ന് പ്രസംഗിച്ചപ്പോഴും വിശ്വാസം മാത്രമേ സഭയെ പ്രസംഗിച്ചിട്ടുള്ളൂ. അതപ്പനറിയാം. ആമേ സ്വതം ചെയ്യുന്നു. ആമേ കഴിഞ്ഞ ദിവസം അവർക്ക് ഒരു കല്യാണം വന്നു, കർത്താവിൻ്റെ അകത്ത് തന്നു. ആ ഒരു ശബ്ദം, ഒരു ദേശപ്പിന് ശബ്ദം തന്നു. എൻ്റെ ഭാര്യയോട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം അവൾ എന്ത് പറയുന്നു, എനിക്കറിയാൻ പാടില്ല. ആമേ. കാരണം ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെ അവിടെ പഠിപ്പിക്കാൻ അയക്കാൻ വേണ്ടിയാണ് എൻ്റെ ധാരണ. ദൈവം തന്നെ എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ അറിയാവുന്നൊരു ചോദിച്ചപ്പോൾ ഈ പട്ടത്ത് സാൻ ജോയുടെ ഒരു ഇതുണ്ട്, ആമേ സ്വതന് ട്രാവൽസ് ഉണ്ട്. അവിടെ പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെയൊക്കെയാണ് പഠിപ്പിക്കാൻ വിടുക. അപ്പോൾ എന്നോട് ചോദിച്ചു, എത്ര ലക്ഷം രൂപ? 10, 40 ലക്ഷം, 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ സമാധാനപ്പെട്ടു. അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ ചോദിക്കുക, അവിടെ എങ്ങനെ അയക്കാൻ പറ്റും, എങ്ങനെ ചെന്നെത്താൻ പറ്റും? കാരണം പരിശുദ്ധാത്മ അകത്തിട്ട് വിത്ത് കിടക്കുകയാണ്, കാനഡ കിടക്കുക, എങ്ങനെ അയക്കാൻ പറ്റും? അപ്പോൾ ചിലർ പറഞ്ഞു അവിടെ ഒന്നും പോകാൻ പറ്റില്ല, പോലെ ഉപദേശിച്ച് വേറെ പണി നോക്കാൻ പറഞ്ഞു. ചോദ്യം ചെയ്യും. അപ്പോൾ എൻ്റെ ഭാര്യ ഒരു തീരുമാനമെടുത്തു, ഇനി ഈ മനുഷ്യനെ ഇവിടെ ഞാൻ പോകണില്ല. ചോദ്യം ചെയ്ത്, കാരണം ഇങ്ങനെ എപ്പോഴും കാനഡ നടക്കുക. ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് അമ്മ കർത്താവ് അകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡെലിവറി ആകാൻ സമയമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജമ്പ് ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഒരു മരണ വീട്ടിൽ പോയപ്പോഴും ഇത് തന്നെ കാനഡ. നിങ്ങളായിരിക്കും എന്നെ പോലെ പൊട്ടൻ ലോകത്ത് കാണത്തില്ല അല്ലേ? ശോധന ചെയ്യുന്നു. 23-24 വർഷങ്ങൾക്ക് ശേഷം കാണുന്നൊരു ദൈവദാസൻ മരിച്ചറിഞ്ഞപ്പോൾ ചാറ്റ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ല, എനിക്കും പറയേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് കൊണ്ടുപോയി. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല, അദ്ദേഹത്തെ എന്നെ മനസ്സിലായി. വിശേഷങ്ങൾ അന്വേഷിച്ചു, സുഖം അന്വേഷിച്ചു. അങ്ങനെ തനിക്ക് 2 കുഞ്ഞുങ്ങൾ, എനിക്ക് 2 കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോനെ കാനഡല്ല. അപ്പം ഞാൻ എങ്ങനെ പോയത്? പുള്ളിയും പറഞ്ഞു, സാൻ ജോ മോൺ ഇവിടെ പട്ടത്തിരിപ്പുണ്ട് അവിടെ. എന്നിട്ട് മഴ പെയ്തു. ഒരു തട്ടടിച്ച വീടിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, മഴ നനയാതിരിക്കാൻ വേണ്ടി. അദ്ദേഹം എൻ്റെ കൂടെ ഓടി വന്നു. മരണ വീടല്ലേ, വേറെ ഇരിക്കാൻ സ്ഥലമില്ല. അവിടെ വെച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. സ്വതന്ത്രം ചെയ്യുന്നു. കുഞ്ഞ്, നമ്മൾ ഒരു വാഗ്ദത്തം നമ്മുടെ അകത്ത് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം കൊടുക്കരുത്, അതിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കണം. അത് വിശ്വാസത്താൽ വിതയ്ക്കാൻ നമ്മൾ തയ്യാറാകണം, വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നത്. ആമേ. ഒരു ജ്ഞാനമില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. അപ്പനൊരു കാര്യം പറഞ്ഞാൽ അപ്പൻ ചെയ്യും. ഹല്ലേലൂയ. അപ്പൻ തലമുറ നോക്കി ഒരു ദൂത് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്, വേറെ ആരുടെ അനുഭവമല്ല പറയുന്നത്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യുന്നവനാണ്. ഈ ഒരു സുട്ടായുസ് മുഴുവൻ ഈ യേശുവിനെ പ്രസംഗിച്ച കൊതി തീരില്ല. അവൻ അത്ര നല്ലവനാണ് ഈ ദൈവം. ഹല്ലേലൂയ.
ഒരു ഫോൺ കോളിന് പോലും ഉപയോഗമില്ലാത്ത ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഞങ്ങളിപ്പോൾ സ്വന്തക്കാരായി മാറി ഈ കല്യാണം കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ. അങ്ങ് അത്രയും പറഞ്ഞാൽ മനസ്സിലായി. സ്വതം ചെയ്യുന്നു. അങ്ങനെ ഒരു കുടുംബമായി ദൈവം ഞങ്ങളെ ബന്ധപ്പെടുത്തി. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ മാനിച്ചു. ഹല്ലേലൂയ. ആമേ. ചിലപ്പോൾ ചില ഫോൺ കോൾ ഞാൻ ചിരിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത്. ഇവരൊക്കെ എവിടെ കടന്ന് ഇപ്പം വിളിക്കുന്നത്? സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ആമേ. ദൈവം നിന്നെ മാനിച്ച, നിന്നെ വിളിക്കാത്തതിനെ വിളിക്കാൻ തുടങ്ങുക. ആമേ. നിന്നെ കണ്ടിട്ട് കാണാതെ പോകുന്നവ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. ഹല്ലേലൂയ. ആമേ. ദൈവം ഒരുവനെ ഉയർത്തിയ എളിയവനെ കൂപ്പായി എന്ന് പ്രഭുക്കന്മാരോടുകൂടെ മനുഷ്യപുത്രന്മാര് പ്രഭുക്കന്മാരോട് ഇരുത്തുന്ന ദൈവം. ഒന്നുമായിട്ടില്ല. ഈ വിശുദ്ധി പ്രസംഗിക്കുമ്പോൾ ഇനിയും ദാഹമാണ്. എവിടെയപ്പാ ഇനിയും മടങ്ങി വരേണ്ടത്? എവിടെയാ താഴ്മ ധരിക്കേണ്ടത്? എവിടെയാ രൂപാന്തരപ്പെടേണ്ടത്? ഇതൊക്കെ ഈ ലോകത്തുള്ളതാ. ആ കരയിൽ പോകാ ഒരുക്കമുള്ളവരായി നമ്മൾ മാറണം. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവാത്മാവ് നമ്മുടെ അകത്ത് വസിക്കട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഈ തലമുറ ബന്ധപ്പെട്ട് കുറെ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന, തലമുറ ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഔദ്യോഗിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുക. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കടക്കാരാകരുത്. കടമെടുത്തുകൊണ്ട് പരിണിതം ചെയ്യരുത്. ആമേ. സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു കാലത്ത് ഈ തുണികൾ കടം വാങ്ങിക്കരുത്, ആഹാരം കടം വാങ്ങിക്കരുത്, ആവശ്യം ഒന്ന് കടത്തിന് പോകരുത്. മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവം തരുന്ന നന്മയ്ക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ചമ്മന്തി അരച്ച് തിന്നാനാണ് ഇന്ന് ഭാഗ്യമെങ്കിൽ അത് തിന്നണം. നാളെ മട്ടൻ തരും ദൈവം. ചമ്മന്തി അരിക്കാൻ പൈസ ഉള്ളപ്പോൾ നീ കടം വാങ്ങിച്ച് മട്ടൻ വാങ്ങിക്കാൻ പോയാൽ ഊപ്പാടത്തിൽ പോകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് കർത്താവേ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥന. ഞാൻ പറയട്ടെ മക്കളെ, ആമേ. ഓലക്കുടിലാണ് ഞാൻ കിടന്നത്. സ്വതം ചെയ്യുന്നു. ഞാൻ ഡ്രസ്സ് വീണ്ടും വേണ്ടി പ്രാർത്ഥിച്ചു വന്നു. ദൈവം എനിക്ക് മനോഹര വീട് തന്നു. സ്വതം ചെയ്യുന്നു. അവിടെ കിടക്കാൻ ഒരു മടിയും തോന്നിയില്ല. കുഞ്ഞുങ്ങൾ കൊണ്ട് അവിടെ കിടന്നു. സ്വതം ചെയ്യുന്നു. 100 രൂപയ്ക്കുള്ള വാടക വീട്ടിൽ കിടന്നു. ആ വീട് ഇപ്പോൾ പറഞ്ഞത് അറിയാമല്ലോ, 100 രൂപയുടെ വാടക വീട്. മഴത്തുള്ളിയെല്ലാം മഴവെള്ളം വീട്ടിനകത്ത് തന്നെ വരും. പിന്നെ പട്ടി കയറൂലെന്ന് മാത്രം. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ കിടന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, കയ്യടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സ്വതം ചെയ്യുന്നു. ഇന്ന് അടിക്കുന്നേക്കാൾ സൂപ്പറാന്ന് കൈയടിച്ചു. സ്വതം ചെയ്യുന്നു. അമ്മ ഒരു സങ്കടവും ഇല്ല. ആ ഓരോ നിമിഷവും ദൈവം അനുവദിക്കുന്നതിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം. അവിടെയൊക്കെ നമ്മൾ ജഡത്തിന് ഇടം കൊടുത്ത് ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വഴിയിൽ പോകുമ്പോഴാണ് ബാധ്യതകളും കടഭാരങ്ങളും. പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളി വരാൻ സമയമില്ല. പിന്നെ 30 ദിവസം ജോലി ചെയ്താലും സമാധാനമില്ല. കാരണം അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം പ്രശ്നം. ആ മതം ആരെനിക്ക് പാരം കാണില്ല. സ്വതം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, സ്വസ്ഥതയോടെ ജീവിത കുഞ്ഞ്, ദൈവത്തിന് മുഖത്ത് നോക്കിയ ജീവിത. എൻ്റെ കർത്താവ് പറഞ്ഞ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്ക്. ഇതൊക്കെ ചുമ്മാ എഴുതി വച്ചേക്കെന്നല്ല. ഒരു നന്മയ്ക്ക് മുടക്കം വരാൻ ദൈവം അനുവദിക്കില്ല. ഒരു നന്മയ്ക്ക് മുടക്കം വരാൻ ദൈവം അനുവദിക്കില്ല. ഒരു നന്മയ്ക്ക് മുടക്കം വരാൻ ദൈവം അനുവദിക്കില്ല. നീ നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കില്ല. നീ പരിഹാസ വിഷയമാകാൻ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ ഉള്ളതുപോലെ കണ്ടതുപോലെ ജീവിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കരച്ചിലൊന്നും ഒരു കുറവ് വരില്ല. അതെല്ലാം നിലയ്ക്ക് കർത്താവ് നല്ലവനെന്ന് പറയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയും, നമ്മൾ കാട്ടിക്കൂടി വയ്ക്കുന്ന എല്ലാത്തിനും കർത്താവ് അങ്ങോട്ട് സൈൻ ചെയ്യാനിരിക്കുന്ന ഓഫീസറൊന്നുമല്ല. ഹല്ലേലൂയ. ആമേ. സ്വതം ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവ നിയോഗപ്രകാരം കാര്യം ചെയ്താൽ അപ്പൻ ആമയും പറയും. ഹല്ലേലൂയ. അപ്പം പറയും, പോടാ കുഞ്ഞ് എന്ന് പറയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, ഈ വേദപുസ്തകം നിങ്ങൾ പിടിച്ചെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും.
നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരിടത്ത് നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കില്ല, ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല, പരിഹസിക്കാൻ ദൈവം അനുവദിക്കില്ല. ആമേൻ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്, അവന്റെ സന്തതി അപ്പം ഇഴക്കുന്നത് ഞാൻ ഒരു നാൾ കണ്ടിട്ടില്ല. ഇതൊക്കെ അങ്ങനെ സംഭവിക്കാൻ പോകുക. കുടുംബങ്ങൾ സംഭവിക്കട്ടെ, വ്യക്തികൾ സംഭവിക്കട്ടെ, ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഇത് വിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം. ഇതിനകത്ത് അശുദ്ധി പാടില്ല, ദുർനടപ്പ് പാടില്ല. വായിക്കുന്ന ദൈവദാസിതാവട്ടോ. അങ്ങനോ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സർജറിക്ക് വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ മരവിക്കില്ലേ, അതുപോലെ അങ്ങ് മരവിക്കണം. ഹല്ലേലൂയ. ജീവൻ ഉണ്ടാകരുത്, മരവിക്കണം. മരവിപ്പിപ്പീൻ. അടുത്ത വാക്യം, ഈ വക നിമിത്തം. കണ്ടോ, ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അടുത്ത വാക്യം, ജീവിച്ചിരുന്ന കാലം. നോക്കണം. അപ്പോൾ ദൈവകോപം നമ്മുടെ അകത്ത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ദൈവകോപം. ഈ ദൈവകോപം വാങ്ങിച്ചു വെച്ചോണ്ടും പിശാചിനോട് പോടിക്കുന്ന ആൾക്കാരുണ്ട്. പിശാച് പറ, ഞാനവിടെ ഒന്നും ഇല്ലപ്പ, ദൈവകോപം അതിൻ്റെ അകത്ത് കിടക്കും, നീ കുണപ്പെടാം, അപ്പോൾ ഇതെല്ലാം ശരിയാവും. ശോധന ചെയ്യും. ഹല്ലേലൂയ. ഈ നമ്മുടെ ആത്മീയ ലോകത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്നറിയത്തില്ല, ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമായി എന്തെങ്കിലും നടന്നാലെല്ലാം അത് പൈശാചികമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ആമേൻ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പൈശാചികം കാണാം, പക്ഷെ ഏറ്റവും ഉപരി ഈ ശോധനയിലൂടെ ഞാൻ എന്താകാനാണ് നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഞാൻ എവിടെയാണ് മടങ്ങി വരേണ്ടത്? ഞാൻ എവിടെയാണ് രൂപാന്തരപ്പെടേണ്ടത്? ഹല്ലേലൂയ. ഞാൻ ഈ ഒരു മേഖലയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. ഞാൻ ഏറ്റവും അധികം നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആകും തോറും, അറിയും തോറും, ദൈവത്തോട് ഞാൻ അടുക്കും തോറും മറ്റതെല്ലാം അകന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതെ ദൈവത്തിൻ്റെ പത്യവനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ട പ്രാർത്ഥനയും നഷ്ടപ്പെട്ട ദൈവകൃപയും നഷ്ടപ്പെട്ട ദൈവസ്നേഹവും നഷ്ടപ്പെട്ട വിശുദ്ധിയൊക്കെ ഒന്ന് മുറുകെ പിടിച്ച് ഒരു കാലത്തുണ്ടായിരുന്ന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനകൾ, തലമുറകൾക്കുണ്ടാകുന്ന പ്രാർത്ഥനകൾ, ജീവിതത്തുണ്ടാകുന്ന ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മളൊന്ന് മടങ്ങി വന്നാൽ പിശാച് ആരും ഓടിക്കാതെ അവൻ ഓടിപ്പോവും. മക്കളെ, അങ്ങനെ ഒരു വിശുദ്ധി ജീവിക്കണ ദൈവഭയത്തിൻ്റെ നിഴല് തട്ടുമ്പോൾ അതിൻ്റെ ഭൂതങ്ങളൊക്കെ ഓടും, ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ യേശുവിനെ കൂടെ നിർത്തുക, സാന്നിധ്യത്തിൻ്റെ കൂടെ നമ്മൾ നടക്കുക, കൃപയിൽ നമ്മൾ ജീവിക്കുക, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. മറ്റതൊക്കെ വിട് പിശാചിന്, അതൊക്കെ വേറെ ചീറ കേസാ. ഹല്ലേലൂയ. അതിനങ്ങനെ വർണ്ണിച്ച് അങ്ങ് തിരുന്നപ്പെട്ട് ഉയർത്തിക്കൊണ്ട് പോകാതെ സ്വതം ചെയ്യുന്നു. അതിനെ വിട് പിശാചിനെ. ഹല്ലേലൂയ. യേശുവിനെ കണ്ടപ്പോൾ ഇതൊക്കെ അലറിക്കൊണ്ട് ഓടിയെന്ന വേദവസം പഠിപ്പിക്കുന്നത്. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്നെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പാൻ. ഇവരൊക്കെ ഓടുന്നു, ഇവരൊരു സാധനമല്ല. നമ്മൾ കൃപയ്ക്കകത്ത് കയറിയ ഇരുട്ടോടി മറയും. നമ്മൾ ക്രിസ്തുവിനകത്ത് വരിക. ക്രിസ്തു നമ്മുടെ അകത്ത്. യേശു പറഞ്ഞൊരു വാക്കില്ലേ, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് നിങ്ങളുടെ തോന്നല. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വിടുവിക്കപ്പെടണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്നോട് കൂടെ നിൽക്ക, യേശുവോട് കൂടെ നിൽക്ക. ഞാൻ വളരെ അനുഭവം പറയാം, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ നിന്നെ, നിന്റെ കുടുംബത്തെ ഒരു അത്ഭുതമാക്കാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. മുമ്പേ നിങ്ങൾ ആദ്യം നടന്നു പോന്നു. മുമ്പേ നമുക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴോ നിങ്ങളും
കോപം, ക്രോധം, ഈർഷ്യ കണ്ടോ? വായിൽ നിന്ന് വരുന്നു. വായിക്കാം. അവിടെ പോയെങ്കിൽ ലിസ്റ്റ് കിടക്കല്ലേ. നമ്മൾ എത്ര അന്യഭാഷ പറഞ്ഞാലും നമ്മളകത്ത് കയറുന്ന കോപം, ഹല്ലേലൂയ, കോപമൊക്കെ എന്ന് പറയുന്നത് നമ്മളതിനൊക്കെ വജ്രകണ്യന്മാരാ സ്വതം ചെയ്യുന്നു. ഇതൊക്കെയാണ് ദൈവത്തിന് ഇതിനെ തിരിക്കാൻ പറ്റാത്ത സാധനങ്ങൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം വാക്യം. കോപം, കോപം. അപ്പൊ കോപം നമ്മുടെ അകത്തിരുന്നാൽ ഇതിനകത്ത് യേശുവിന്റെ സ്നേഹമില്ല. അപ്പൊ ഇതിനകത്ത് ആരും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അപ്പൊ ദൈവത്തിന്റെ മന്ദിരത്തിനകത്ത് എന്ത് പാടില്ല? ഇത് ആടെ സാധനമാ, ഇത് ആടെ സാധനമാ, കോപം ആടെ സാധനമാ, പിശാചിന്റെ സാധനമാ. അപ്പൊ നമ്മുടെ അകത്ത് ആരാ ഇരിക്കുന്നത്? മനസ്സിലായി? ഞാൻ പ്രസംഗിക്കാല്ലേ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചിന്തിച്ചിട്ട് പോയി. ഇനി പ്രസംഗം കിടക്കല്ലേ, 20 ദിവസം കിടക്കല്ലേ, ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സാത്താൻ്റെ വകയും വച്ചുകൊണ്ട് സാത്താനോട് പോകാൻ പറഞ്ഞ സാത്താൻ എന്ത് ചെയ്യത്തില്ല. ഇപ്പോൾ പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ വാഴക്കരോട് വെച്ചിട്ട് പട്ടി അടിക്കുന്നതായി പോകും. ഹല്ലേലൂയ. വാഴക്കരോട് വെച്ച് പട്ടി പോവോ? പട്ടി വാഴക്കട അടി. ഇത് കാണുമ്പോൾ പട്ടി അങ്ങോട്ട് പോയിട്ട് പിന്നെ പട്ടി എന്ത് ചെയ്യും? വരും. എന്താ കാരണം? ഇതിൻ്റെ മണം സ്വതം ചെയ്യുന്നു. എൻ്റെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ദീർഘകാലം കർത്താവിൻ്റെ വേല ചെയ്ത് 100-120 വയസ്സ് വരെ ജീവിച്ചൊരു അമ്മച്ചിയാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വിവാഹം കഴിയാതെ ആദ്യകാല ഒരു സുശേഷ അമ്മച്ചിയാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചി എന്ന് പറയാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. സ്വതം ചെയ്യുന്നു. അങ്ങനെ അവരിങ്ങനെ കടന്ന് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ, അമ്മച്ചി പ്രത്യേകമാണ്. ഈ ബ്ലൗസൊക്കെ പ്രത്യേകിട്ട് ആട് മുഖത്ത് നോക്കില്ല. അങ്ങനെ പ്രത്യേക ടൈപ്പാണ്. പോകാൻ കഴിയാതെ കർത്താൻ വരച്ച് നടക്കാറില്ലേ, വേറെ രീതിയില്ല അവർ ഇങ്ങനെ വരും. അപ്പോൾ മീനൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്മച്ചി കുടയും ചൂടി വരുമ്പോൾ ഒരു പട്ടി അമ്മച്ചിയെ കടിക്കാൻ വേണ്ടി വന്നു. അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാമോ? പാപിശാചി എന്ന് പറഞ്ഞാൽ ഈ കുടയും ഈ മീനും എല്ലാം കൂടി ഒറ്റ എഴുതിയിട്ട് കൊടുത്തു. പട്ടി എന്ത് ചെയ്തു? പട്ടിക്ക് വേണ്ടത് അമ്മച്ചിയല്ല വേണ്ടത്, പട്ടിക്ക് വേണ്ടത് മീനാ. പട്ടി മീനും കൂടെ ഒറ്റ പിടിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അമ്മച്ചി പാപിശാചിയെന്ന് വേണ്ട കുടയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ പട്ടി മീനും കൊണ്ട് പോയിട്ട് അമ്മച്ചി കുട കിട്ടി. അപ്പോൾ ഇതേപോലെ പിശാചിന് ഈ പട്ടിയാന്ന് കുരയ്ക്കാനും ഈ അമ്മച്ചിയെ ഭയപ്പെടുത്തുവാനും അവരെ പിന്തുടരുവാനുള്ള കാരണം പട്ടിക്ക് ഇഷ്ടമുള്ള മീൻ അമ്മച്ചിയുടെ കയ്യിൽ ഇരുന്നു. ഇല്ലെങ്കിൽ കുറയ്ക്കാൻ വരുമോ? ഇല്ല കുറയ്ക്കാൻ വരൂല. ഇല്ലെങ്കിൽ അടുത്ത് വരൂല അവൻ. പട്ടിയുടെ വഴിയെ പോകുന്നേ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചില പ്രതിസന്ധി നമുക്ക് നേരെ വരുന്നത്, ചില പോരാട്ടം നമുക്ക് നേരെ വരുന്നത്, ചില പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ചില പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ചില പോരാട്ടങ്ങളൊക്കെ നമുക്ക് നേരെ കയറി വരുന്നത് അവൻ്റെ എന്തോ വക നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ അതിനെ വലിച്ചെറിയാൻ ദൈവസഭ തയ്യാറാകട്ടെ. അതിനെ ദൂരത്തെറിയാൻ സഭ തയ്യാറാകട്ടെ. ഈ ബുധനാഴ്ച പകൽ നീ എന്നെ വലിച്ചെറിയാൻ തയ്യാറായ പിശാചിന്റെ പ്രവൃത്തികള്, അവന്റെ രാഗമോഹങ്ങള്, അവരുടെ കോശിക്ക് കുഞ്ഞ് ഇന്ന് പകൽ വലിയ ജയം ദൈവം തരിക. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഭയ്ക്ക് ശുദ്ധീകരണം ആവശ്യമാ. പരിശുദ്ധമാരുടെ പകൽ പ്രവചിക്കുക. ഇന്ന് പകൽ അവന്റെ വാഹനം എടുത്ത് കള, അവന്റെ ചരക്കിനെ എടുത്ത് കള, അവന്റെ ചരക്കിനെ എടുത്ത് ദൂരെ എറിയോ. ഇന്ന് പകൽക്കാലം ജയമോ ദൈവത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് കയറി വരുന്ന കോപം, നമ്മൾ മനുഷ്യരല്ലേ, ഭാര്യ ഭർത്തൃ ജീവിതത്തിനകത്ത് വരുന്ന സാധനം കോപം. അപ്പൻ, അമ്മമാർ, മക്കൾ, ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ജീവിതം മൊത്തത്തിൽ പിശാച് ഈ വിത്ത് വിതച്ചിട്ടിരിക്കുക. കോപം. ഈ കോപം നമ്മുടെ അകത്ത് കിടന്ന ദൈവകോപം നമ്മുടെ അകത്ത് വരും. നമ്മുടെ അകത്ത് കോപം കിടന്ന ഈ തരം ദൈവകോപം അവർ പിന്നെ കിടക്കണമെന്ന. അപ്പോൾ ദൈവകോപം നമ്മളിന്ന് പോകണമെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് ദൈവം വസിക്കുന്ന ആലയത്തിനകത്ത് നിന്ന് ഈ കോപത്തെ നമ്മളെടുത്ത് കളഞ്ഞാൽ ദൈവകോപം നമ്മളിൽ അങ്ങ് മാറും. ദൈവകോപം നമ്മളിൽ നിന്ന് മാറിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ ചരക്ക് നമ്മുടെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് നടക്കാൻ പറ്റില്ല. ഇതിനകത്ത് 66 പുസ്തകങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ട്. വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, പ്രവചനങ്ങൾ കിടപ്പുണ്ട്.
നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകണമെങ്കിൽ ദൈവകോപം നമ്മുടെ അകത്തിൽ നിന്ന് മാറണം. അപ്പൊ ദൈവകോപത്തിന് ഇടം കൊടുക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ നമ്മൾ വലിച്ചെറിയാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൂത് കേട്ടിട്ട് നമ്മൾ പോകരുത് മക്കളെ. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നവനല്ല. നമുക്കൊരുമിച്ച് ചിന്തിക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് അതിനെ ജയിക്കാം. ഹല്ലേലൂയ. ഒരു പ്രസംഗം ആരും നന്നാക്കത്തില്ല മക്കളെ, ഒരു പ്രസംഗം ആരും നന്നാക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽ നമ്മുടെ മനോഭാവങ്ങൾ മാറണം. നമുക്കൊരു വാശി ഉണ്ടാകണം. എനിക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ അനുഗ്രഹം എൻ്റെ അകത്ത് വരുന്നില്ല? ഇതിനകത്തുള്ള അനുഗ്രഹം എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിനകത്ത് വരുന്നില്ല? ഇതിനകത്തുള്ള അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് തലമുറ മേലെ വരുന്നില്ല? ഇതിനകത്തുള്ള വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതം യാഥാർത്ഥ്യമാകുന്നില്ല? ഞാൻ പറയാ, പിശാച് ചരക്കിനെ വലിച്ചെറിയ. ഞാൻ ദൈവസഭയോട് ഇവിടുത്തെ ആഭിചാരങ്ങൾക്ക്, ഇവിടുത്തെ മന്ത്രവാദങ്ങൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ ഞാനിപ്പോൾ ആരാച്ചാ പോരെ. ഹല്ലേലൂയ. ശോധന ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ അംബാസിഡർമാരാ. വേറെ ദൈവത്തിൻ്റെത്, പള്ളി ദൈവത്തിൻ്റെത്, ആത്മാക്കൾ ദൈവത്തിൻ്റെത്, ജോസ ദൈവത്തിൻ്റെത്. ശോധം ചെയ്യുന്നു. നമുക്ക് എന്നെ കുഴപ്പമിരിക്കുന്നത്, അവൻ ചെയ്യട്ടെ. ശോധം ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഈ സങ്കടമൊക്കെ വന്നു. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കാണും ഈ പള്ളിക്ക് ഇങ്ങനെ ചെയ്യണം. ഞാൻ ലൈവ് ഇപ്പം ഞാൻ ഇങ്ങനെ യാഗപ്പെടുത്തി ഇങ്ങനെ പാർച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ചർച്ചിൻ്റെ യാഗപ്പെടുത്തി ഇറങ്ങി എന്നോട് പറയും, മക്കളെ നീ പേടിക്കണ്ടടാ, ശോധം ചെയ്യുന്നു, ധൈര്യമായിരിക്കും. ഞാൻ ഒരു നൈറ്റ് പ്രാർത്ഥനയാണ്. അപ്പം അന്ന് രാത്രിയാണ് ഞാൻ പാർച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോട് പറഞ്ഞു, മോനെ ആ റോഡിൻ്റെ മറുകര വരെ പൈശാചിക ശക്തി ഞാൻ ആത്മാവ് തിരിച്ചറിയുകയാണ്. അവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ അവർ കോഴി അറുത്തു, പട്ട് കെട്ടി, ഇതെല്ലാം പരിപാടിയും ചെയ്ത് അവർ വിളിച്ചിട്ട് ഈ പിശാച് ഇങ്ങോട്ട് വരുത്തില്ല. ഞാൻ കാണുക. അപ്പോൾ ഇവ അക്കരെ നിൽപ്പുണ്ട്, 100 മീറ്റർ അപ്പുറം ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇവിടെ ഇവരിതെല്ലാം ചെയ്ത് ഇവനെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇതിൽ രക്തം നക്കാൻ വേണ്ടി വിളിക്കുകയാണ്. വാടാ, കോഴി 1, കോഴി 2, കോഴി 3, ഇവർ വരൂല. നിങ്ങൾക്ക് മനസ്സിലായി? ഇതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. കോഴി നമുക്കറിയിക്കുന്നത് കോഴി 5-10 വെട്ടിട്ട് പോട്ടാൻ പറ്റും, നമുക്ക് തോന്നിയിരിക്കുന്നത് ശോധന ചെയ്യുന്നത്. പക്ഷെ ഈ സാധനം കുടിക്കേണ്ട ആള് വരണ്ടേ? ആള് വരെ അവൻ അറിയാം ഇത് ആരാണെന്നുള്ളത്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കുഞ്ഞെ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ഒരു ബാധയും അടുക്കുകയില്ല. ഒരു ആഭിചാരത്തിനെ തൊടാൻ പറ്റത്തില്ല. ഒരു ലക്ഷണ വിദ്യകൾക്കോ ശമനവാദികൾക്കോ ആഭിചാരകന്മാർക്കോ മന്ത്രവാദ ശക്തികൾക്കോ നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം നുഖങ്ങളെ തകർക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വോത്ര നുഖങ്ങളെ തകർക്കുന്ന അഭിഷേകം ഈ വ്യാപരിക ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ആ അഭിഷേകം കൈമാറുക. ചില ആഭിചാരങ്ങളെ പൊളിക്കുന്ന അഭിഷേകം, ചില അന്ധകാര ശക്തികളെ തകർക്കുന്ന അഭിഷേകം, ചില ഇരുട്ടിന്റെ ശക്തികളെ കോട്ടകളെ പൊളിക്കുന്ന അഭിഷേകം. ദൈവ സാന്നിധ്യം അഭിഷേകത്തെ കൈമാറ്റം നടക്കട്ടെ. ആത്മപകർച്ച നടക്കട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. ധീര രാജ ശമരേ ദഗജ രമന ഹമന. സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരനെ ജയിക്കയില്ല. സഭ പണിയപ്പെടും, കുടുംബങ്ങൾ പണിയപ്പെടും, വ്യക്തികൾ പണിയപ്പെടും, തലമുറ പണിയപ്പെടും, ഭൗതിക മേഖല പണിയപ്പെടും, ആത്മീയ തലങ്ങൾ പണിയപ്പെടും, ദുഷ്ട വ്യാപാരം അഴിയപ്പെടും, സഭ പിടിപ്പിക്കപ്പെടും, ശരീരങ്ങൾ പിടിപ്പിക്കപ്പെടും, കുടുംബ ബന്ധങ്ങൾ പിടിപ്പിക്കപ്പെടും, തലമുറകൾ പിടിപ്പിക്കപ്പെടും. വിദ്യാഭ്യാസ മേഖലയിൽ വളരാൻ കഴിയാതെ
ഉയരാൻ കഴിയാതെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ ജീവിതങ്ങളുടെ പോരാടുന്ന അന്യായ ബന്ധനങ്ങൾ, നുഖത്തിന്റെ അമിക്കാറുകൾ, എല്ലാ നുഖങ്ങളും ഈ പകൽ അഴിയട്ടെ, 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 ഈ പകൽ അഴിയട്ടെ. ഉടമക്കമന വൈഷമന ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം 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 ഇറങ്ങട്ടെ. ദൈവകൃപ 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 ഹുഡബലബല ഹദുനബബ ശംധര വൈഷമന രഗദക്കന റീഖമന ശബ്ദേ രഗദര ഹദരദി ഗാർക്കന റംധര രഗരി ഹദരദി ഗംധര രഗദന ദുരബലഭ. സഭ ഒരുമിച്ച് ആർപ്പെട്ടോ, സഭ ഒരുമിച്ച് ആർപ്പെടട്ടെ. ജയത്തിന്റെ ആർപ്പ്, ജയത്തിന്റെ ആർപ്പ് ഒരു പരാജയത്തിന്റെ ധ്വനിയല്ല. ജയത്തിന്റെ ആർപ്പ്, ജയത്തിന്റെ ഉല്ലാസം. നീതിമാന്മാരുടെ കൂടാരത്തിനകത്തുണ്ട്. നിന്നെ പരാജയപ്പെടുത്തുക, നിന്നെ നിരാശപ്പെടുപ്പിക്കുക, നിന്നെ വേദനിപ്പിക്കാൻ നോക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾ തകരുക. ഇന്ന് പകൽക്കാലം കുഞ്ഞ് നീ വെറുതെ പോകരുത്, നീ വെറുതെ പോകരുത്. ദൈവ സാന്നിധ്യം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ദൈവ സാന്നിധ്യം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ദൈവകൃപ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ സഭയെ ചലിക്കട്ടെ. ആത്മബലമായി, ആത്മനിറവായി, ആത്മശക്തിയായി. ഓ റാബാ ഷെഹേ രാംധ രാധന ഉഡാര ഹത്തുനെ ലഗ ശരാദേരെ ലഖ തുന റബന ഉഡാ രഹ ശരാദി അടക കമ രഹത്തുനി രാംധ രാജന. കോപങ്ങൾ, ഈർഷ്യകൾ എല്ലാം പോരും അഴിയട്ടെ. ആമേ. ഹൃദയം സ്വതന്ത്രമാകട്ടെ, ഹൃദയം വിടുവിക്കപ്പെടട്ടെ, മനസ്സ് വിടുവിക്കപ്പെടട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവേ അങ്ങനെ സാന്നിധ്യം ഇറങ്ങട്ടെ, സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ, ദൈവ മഹത്വം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകർച്ച, വിശുദ്ധിയുടെ ആത്മാവ് പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ബോധമരുത്തുന്ന പരിശുദ്ധാത്മാവ്, 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 പരിശുദ്ധാത്മാവ്. ദൈവ സഭയിൽ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. ഇവിടെ വരെ ആമേ, ഇവിടെ വരെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ കുടുംബങ്ങൾക്കകത്ത്, ഇവരുടെ കുടുംബ ജീവിതങ്ങൾക്കകത്ത്, തലമുറകൾക്കകത്ത്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ആമേ. വിടുതൽ 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 ഉടാലബ ശംഭവ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമ, ദൈവത്തിന്റെ മന്ദിരമ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരങ്ങളായി ഈ ആലയങ്ങൾ മാറട്ടെ, ഈ ശരീരങ്ങൾ മാറട്ടെ. ജീവൻ വിശുദ്ധിയുള്ള ആലയങ്ങളെ ആലയം മാറട്ടെ. എല്ലാ പിശാചിന്റെ ക്രിയകൾ ഈ പോലെ അഴിയട്ടെ. ഓ റാബാ ശമ രാഖാതരല ഓ റാബാതോരെ റിഖാറാബാതന റിഭാറാബാബ ഓ റാബാ ശമബ റിഖാറാബാബ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. പരിശുദ്ധമാവിന്റെ പകർച്ച, പരിശുദ്ധമാവിന്റെ പകർച്ച, പരിശുദ്ധമാവിന്റെ പകർച്ച, പരിശുദ്ധമാവിന്റെ പകർച്ച. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധമരുത്തുന്ന പരിശുദ്ധമാവ്, പരിശുദ്ധമാവ്, ശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്. ഓരോ ശരീരങ്ങൾ, ഓരോ ജീവിതങ്ങൾ, ഓരോ കുടുംബങ്ങൾ, കുടുംബ ജീവിതങ്ങൾ, തലമുറകൾ, ദൈവ സഭയിൽ പരിശുദ്ധമാവിന്റെ പകർച്ച, പരിശുദ്ധമാവിന്റെ തീ. ഓ രാബാഷേ റിഖാറാബാശാബവ ഓ രാബാഖാബവ ഓ രാബാതര റിഖാറാബവ ഓ രാബാശാബവ റിഖാറാബവ ധീരാരാബവ. ദൈവ സാന്നിധ്യം, 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 ദൈവ സാന്നിധ്യം. ദൈവം നിന്നെ കൈവിടില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിന്നെ മറക്കത്തില്ല.
കുഞ്ഞ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റുക. വിശ്വാസം തന്നെയാ. ഇന്ന് പകൽ ഒരു പൈശാചി ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ആത്മാവിനോട് വീണ്ടും പറയുന്നു, ഒരു ഫിലിപ്പോസിനെ പോലെ പരിശുദ്ധാത്മാവിന് ചില വ്യക്തികൾ നടത്തപ്പെടാൻ പോകുന്നു. ഈ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന് ഒരു ഫിലിപ്പോസിനെ പോലെ ചില വ്യക്തികളെ ദൈവം എടുത്തുകൊണ്ട് നടത്താൻ പോകുക, എടുത്തുകൊണ്ട് നടക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പരിശുദ്ധാത്മാവ് നിന്നെ വഹിച്ച് നടത്താൻ പോകുക. നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല. കുഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവം നിന്നെ നടത്താൻ പോകുക, നിന്റെ കുടുംബത്തെ നടത്താൻ പോകുക. നീ പോലും അറിയാത്ത വിധത്തിൽ നിന്നെ നടത്താൻ പോകുക. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നെ നടത്തട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇതിനകത്ത് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് സഭ നിയന്ത്രിക്കപ്പെട്ടിട്ട് ആത്മാവിറങ്ങുന്നു. എവിടെ ആത്മാവിറങ്ങും അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ ദൈവ പ്രവൃത്തിയുണ്ട്, അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. ഇന്ന് പകൽ ആത്മാവാം ദൈവം യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരു വലിയ ആത്മ പകർച്ച അപ്പാ യേശുവേ നന്ദി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാ അപ്പാ, ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാ. ഞങ്ങളുടെ അകത്ത് ആത്മാവാസിക്കട്ടെ. ഓ റാബാല പിശാചിന്റെ എല്ലാ ചരക്കുകൾ ഇന്ന് പകൽ അഴിയട്ടെ. അവന്റെ ഇതിലെ പോരുക ഈ പോലെ അഴിയട്ടെ. ദൈവ മഹത്വം കൊണ്ട് ആലയം നിറയട്ടെ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. നീ ഒരു പരാജയമല്ല, നീ ഒരു പരാജയമല്ല. ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ വ്യക്തികൾ ദൈവം കൊണ്ടെത്തിക്കാൻ പോകുന്നു. ആമേൻ. സഭയോട് പറയുന്നു, ഈ 2024 ആമേൻ 25 കാലഘട്ടങ്ങളിൽ പരിശുദ്ധമ ദൈവ സഭയെ മറ്റു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുക. സഭയ്ക്കൊരു വലിയ വളർച്ച പരിശുദ്ധമ പ്രവചിക്കുക. കുടുംബങ്ങൾക്കകത്ത് ചില പുരോഗതികൾ ദൈവം ഒരുക്കി കൊടുക്കാൻ പോകുക. ചില കൂട്ടുവേലക്കാരെ ദൈവം ഇനി എഴുന്നേൽപ്പിക്കാൻ പോകുക. മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ പിശാച് മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ച ചില യെരിഹോവിന്റെ ശക്തികൾ സ്വർഗം ഇന്ന് പകൽ വെട്ടി മാറ്റാൻ പോകുക. ജനം ഒരുമിച്ച് സ്വപ്നം ചെയ്യുമ്പോൾ, ജനം ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ, ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില പാതാള ഗോപുരങ്ങൾ ഈ പകൽ തകരുക, ചില അന്ധകാര കെട്ടുക ഈ പകൽ തകരുക. ഒരു ദൈവ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുക. ജീവിതങ്ങൾ അശുദ്ധപ്പെടുത്തുന്ന പാപത്തിന്റെ സ്വാധീനതകൾ ഇന്ന് പകൽ അഴിയട്ടെ. എല്ലാ പാപ ചിന്തകൾ, പാപ സ്വാധീനതകൾ, പാപത്തിന്റെ ചിന്തഗതികൾ, പാപത്തിന്റെ സ്വാധീനതകൾ അഴിഞ്ഞ് മാറട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ, ദൈവ മന്ദിരമാ. സഭ ഒരുമിച്ച് പറ, ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. എടാ പിശാചേ, നിനക്ക് ഞങ്ങൾ തകർക്കാൻ പറ്റില്ല. നിന്റെ ചരക്കിനെ എടുത്തോണ്ട് പോക്കോ. ഇന്ന് പകൽ ഞങ്ങൾ വിടുവിക്കപ്പെടുക. ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുക. സാക്ഷാ സ്വാതന്ത്ര്യം പ്രാപിക്കുക. എല്ലാ കോപങ്ങൾ, എല്ലാ ഈർഷ്യകൾ, എല്ലാ പിശാചിന്റെ ആയുധങ്ങൾ നമ്മുടെ അകത്ത് പുറത്തു പോകണം. ശുദ്ധിയുള്ളവരായി മാറുക, ശുദ്ധിയുള്ളവരായി മാറുക, ശുദ്ധിയുള്ളവരായി മാറുക, ശുദ്ധിയുള്ളവരായി മാറുക, ശുദ്ധിയുള്ളവരായി മാറുക. സഭ ശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലും മൂടാ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് പകൽ നമ്മൾക്കൊരറിവുണ്ട്, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ആ അറിവ് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവാത്മാവ് എൻ്റെ അകത്തുണ്ട്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റുള്ള പ്രലോഭനങ്ങൾ, മറ്റുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ബോധമുണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഞാൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടേണ്ടവനാണ്.
ഹല്ലേലൂയ. മറ്റൊരാത്മാവിന് ഞാൻ വിധേയപ്പെടേണ്ടവനല്ല, വിധേയപ്പെടേണ്ടവളല്ല. മറ്റു ചിന്തയ്ക്ക് ഞാൻ അധീനപ്പെടേണ്ടവളല്ല. മറ്റൊരു പ്രലോഭനത്തിൽ ഞാൻ വശീകരിക്കപ്പെടേണ്ട വ്യക്തിത്വമല്ല. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവാത്മാവിൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്. ഞാൻ ആത്മാവ് ജീവിക്കേണ്ടവനാണ്. ഞാൻ ആത്മാവ് ജീവിക്കേണ്ടവളാണ്. ലോകം പാപം പിശാചിനെ തൊടാൻ പാടില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവാത്മാവിന്റെ അകത്ത് വസിക്കുന്നു. കരം ഉയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചാട്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ദൈവവചന വെളിച്ചത്തിൽ സംസാരിച്ചല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. നിങ്ങളും അങ്ങനെ തന്നെ. ഈ പരിശുദ്ധാത്മാവാകുന്ന നമ്മുടെ മന്ദിരം ഹല്ലേലൂയ ക്രിസ്തു വസിക്കുന്ന മന്ദിരമാണ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്ന ഒരു മന്ദിരമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഓരോ ചുവടുവെപ്പും നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. നമ്മെ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ദൈവവചന സത്യങ്ങൾ നമുക്ക് നൽകി തന്ന പരിശുദ്ധാത്മാവ്, ആ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ഈ മന്ദിരത്തിൽ ഇനി ദുർനടപ്പ് പാടില്ല, അശുദ്ധി പാടില്ല, ദുർമോഹം പാടില്ല, അതിരാഗം പാടില്ല, വിഗ്രഹ ആരാധനയാകുന്ന അത്യാഗ്രഹം പാടില്ല, കോപം, ക്രോധം ഇതൊന്നും പാടില്ല. ഓ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ അനുസരിച്ച് ജീവിപ്പാൻ നമ്മെ കർത്താവ് സഹായിക്കണം. അതിനുള്ള കൃപ നമ്മുടെ മേൽ ദൈവം പകരണം. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ നിയന്ത്രണത്തോടെ സംസാരിച്ച അഭിഷക്തനെ ഇന്ന് വൈകിട്ടും ദൈവം ഉപയോഗിക്കണം. കൃത്യം 6:30 മണിക്ക് തന്നെ നമ്മുടെ യോഗം പ്രാർത്ഥിച്ചാരംഭിക്കുമ്പോൾ വലിയ പ്രവൃത്തി വൈകിട്ടും നമുക്ക് കാണുവാനിടയാകണം. വലിയ ആത്മപകർച്ച നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളിലും കാണട്ടെ. ഉപവസിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ആമേൻ. വന്നു ചേർന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹത്തോടെ ദൈവം മടക്കി അയക്കുവാൻ, ആമേൻ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ ദിനരാത്രങ്ങളാകുവാൻ ദൈവത്തോട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ബഹുമാന്യ പാസ്റ്റർ ജേക്കബ് നേഷമണി അവരുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം തൊട്ട് ഇതുവരെ നിന്റെ കൃപയുടെ നിറവിൽ, അവിടുത്തെ രക്തത്തിൻ്റെ വളപ്പിൽ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അവസ്ഥയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന വലിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ഉപവാസം ഇവിടെ കർത്താവെ സംഘടിപ്പിക്കുവാൻ വിലപ്പെട്ട അഭിഷിക്തന്മാരെയും ഈ വാത്സല്യ സഭയും ദൈവം ഒരുക്കിയ വലിയ ദയക്കായി സ്തോത്രം. ഇതുവരെ നടന്ന മീറ്റിങ്ങുകളിൽ ദൈവം കേൾപ്പിച്ച എല്ലാ ദൈവശബ്ദങ്ങൾക്കായി, ദൈവിക ആലോചനകൾക്കായി, അരുളപ്പാടുകൾക്കായി സ്തോത്രം. ഇന്നും നിന്റെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് തൻ്റെ അനുഭവത്തിൻ്റെ സമ്പുഷ്ടിയിൽ മറച്ചു വെച്ചിരുന്ന വിലയേറിയ അനുഭവങ്ങൾ ഉൾപ്പെട്ട വിലയേറിയതും അതിമഹത്തായതുമായ ഘനമേറിയ വചനങ്ങൾ ഞങ്ങൾക്ക് തന്ന വലിയ ദയക്കായി സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധമായി സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മന്ദിരങ്ങളാക്കി തീർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ ആയുധങ്ങളാക്കി തീർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ അശുദ്ധികളും, എല്ലാ അതിരാഗങ്ങളും, എല്ലാ കോപങ്ങളും, എല്ലാ ക്രോധങ്ങളും, എല്ലാ സ്വാർത്ഥതകളും, എല്ലാ ദുർമനസാക്ഷികളും, എല്ലാ ദുർമേധസ്സുകളും മാറിയിട്ട് പണ്ടത്തെ പോലെ വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ പ്രബോധിപ്പിച്ച വലിയ ശബ്ദങ്ങൾക്കായി സ്തോത്രം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരുന്നാലും വേദനപ്പെടുന്ന, ആകുലപ്പെടുന്ന, ആവശ്യഭാരത്തിലാകുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന, തൻ്റെ മക്കളെ അറിഞ്ഞ് സഹായിക്കുന്ന വിലപ്പെട്ട വാഗ്ദത്തങ്ങൾ അനുഭവ ദൂതരുകളിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ആരും അറിയാത്ത സങ്കടങ്ങൾ,
ആരും അറിയാത്ത ദുഃഖങ്ങൾ, ആരും അറിയാത്ത രോഗബന്ധനങ്ങൾ, ആരും അറിയാത്ത പീഡനങ്ങൾ എല്ലാം ഇന്ന് അറുത്ത് മാറ്റിയത് കൊണ്ട് സ്തോത്രം. ആ വിചാരങ്ങളോ ക്ഷുദ്രങ്ങളോ പൈശാചിക ബാധകളോ നീ അറിയാതെ ഞങ്ങളെ തൊടുകയില്ലല്ലോ കർത്താവേ. എല്ലാ രോഗശക്തികളും, എല്ലാ മലിന മോഹങ്ങളും, എല്ലാ അശുദ്ധ ചിന്തകളും, എല്ലാ ക്ഷുദ്ര ശക്തികളും, എല്ലാ ദേശാധിപതിയുടെ പോരുകളും ആരും ഓടിക്കാതെ ഓടിപ്പോകുമെന്നുള്ള വിലപ്പെട്ട ദൂതുകൾ ഇന്ന് വിളംബരം ചെയ്യുവാൻ നിന്റെ ഭക്തരെ അധികാരപ്പെടുത്തി. ആമേൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ഏറ്റെടുക്കുന്ന കർത്താവേ, ഈ ഉപവാസം സുദീർഘമായി തുടരേണ്ടതാണ്. ക്ഷീണം കൂടാതെ നിന്റെ ഭക്തന്മാരെ, നിന്റെ ജനത്തെ അധികാരപ്പെടുത്തണമേ. അത് സമയങ്ങളിൽ കടന്നു വന്ന് അറിയിക്കേണ്ട ദൂതുകൾ നിന്റെ ഭക്തന്മാരെ ഭരമേൽപ്പിച്ച് അയക്കണമേ. അതത് സമയങ്ങളിൽ കുളത്തിൽ വെള്ളത്തിലിറങ്ങി ദൂതൻ കലക്കുമ്പോൾ ആദ്യം ചെല്ലുന്ന വ്യക്തികൾ ഏത് വ്യാധി പിടിച്ചവരും സൗഖ്യം പ്രാപിക്കുമെന്നതുപോലെ അതത് സമയങ്ങളിൽ അവിടുത്തെ ദൂതന്മാരെ ദൂതുമായി അയച്ച് ഞങ്ങൾ അനുഗ്രഹിപ്പാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. ആരംഭത്തെക്കാൾ അവസാനം ഈ ഉപവാസം ശക്തിയുള്ളതായി തീരട്ടെ. നിന്റെ വിലപ്പെട്ട ദാസന്മാർ ആരോഗ്യത്തോടും അഭിഷേകത്തോടും അനുഗ്രഹത്തോടും കാക്കപ്പെടട്ടെ. കുടുംബങ്ങൾ, തലമുറകൾ ഈ ദേശത്ത്, വീട്ടിനുള്ളിൽ, നാട്ടിനുള്ളിൽ, നാട് വിട്ട്, രാജ്യം വിട്ട്, ലോകത്തെവിടെയായാലും അവരെ കാക്കുവാൻ, കരുതുവാൻ, പരിപാലിപ്പാൻ, സങ്കടം പോക്കി സന്തോഷം വരുത്തുവാൻ, ദുഃഖം മാറ്റി ആനന്ദം മാറ്റി വരുത്തുവാൻ, നിരാശ മാറ്റി പ്രത്യാശ പകരുവാൻ എല്ലാ കാലത്തും ഞങ്ങളോട് കൂടെയുള്ള ഒരു ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുമല്ലോ, അടിപ്പിണർ പൊറപ്പിക്കുമല്ലോ. അങ്ങനെ ഒരു സുദിനം ഞങ്ങൾക്കുണ്ടല്ലോ, അതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയവായി ചെയ്തുകൊള്ളണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. പ്രാർത്ഥന കേട്ട വിടുവിക്കുന്ന ദൈവത്തിന് കരമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആ സമാധാനത്തോടെ ഇപ്പോൾ പിരിയാം. വൈകിട്ട് 6:30 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച്